ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ മാത്യു അവരുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്നിലധികം പ്രാവശ്യം ഇവിടെ ജനറൽ കൺവെൻഷൻ ഞാൻ പ്രസംഗികനായിട്ടുണ്ട്. ആവി എൻജിൻ കണ്ടുപിടിച്ച ജോർജ് സ്റ്റീഫൻസൺ എൻജിൻ കണ്ടുപിടിച്ച ശേഷം അദ്ദേഹത്തിന് സന്തോഷത്തോടെ തൻ്റെ പെങ്ങൾ മേരി ആ എൻജിനിൽ കയറ്റി വെച്ചത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. മേരി അതിൽ കയറി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് സ്റ്റാർട്ടായില്ല. ചില ആളുകൾ കയറിയാൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നിന്ന് പോവും. അപ്പൊ ഈ മേരി പറഞ്ഞു, ജോർജ ഇത് ഓടാൻ പോകുന്നില്ല, ജോർജ ഇതോടില്ല, ജോർജ ഇതോടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി. എൻജിൻ കുതിക്കാൻ തുടങ്ങിയപ്പോൾ മേരി പറഞ്ഞു, ജോർജ ഇത് നിൽക്കില്ല, ജോർജ ഇത് നിൽക്കാൻ പോകുന്നില്ല. ദൈവം ഒന്ന് ആരംഭിക്കുമ്പോൾ സാത്താൻ പറയും ഇതോടില്ലെന്ന്, ഓടാൻ തുടങ്ങുമ്പോൾ സാത്താൻ പറയും നിൽക്കാൻ പോകുന്നില്ലെന്ന്. ദർശനം നൽകിയ ദൈവമാണെങ്കിൽ സമാപ്തിയിലെത്തിപ്പാനും അവൻ ശക്തനായവനാണ്. വാ തുറന്ന് കൈ ഉയർത്തിയ ശക്തിയോട് ദൈവത്തെ നമുക്ക് ഈ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസ്ഥായിരിക്കാം. അടുത്തതോട് ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വേ ആമേൻ. ഒരു നിമിഷത്തോട് കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്കായി ഞാൻ വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. വായിച്ച വേദഭാഗത്തോട് ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിപ്പാൻ പോകിയാൽ സ്തോത്രം. വലിയ ദൈവശക്തി ഹാളിൽ വ്യാപരിക്കട്ടെ. നിന്റെ കരം ഞങ്ങളെ തൊടുവാൻ പോകിയാൽ സ്തോത്രം. ഞങ്ങളെ അവിടെ നിന്ന് ഒന്നിച്ച് അനുഗ്രഹിപ്പാൻ പോകിയാൽ സ്തോത്രം. പ്രാർത്ഥനകൾ നന്ദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം പലതുകൊണ്ടും വ്യത്യസ്തമായൊരു പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം പലതിൻ്റെയും ആരംഭമായിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം പലതിൻ്റെയും അവസാനമായിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നാം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പോഴത്തെ ആകാശം ഭൂമിയും കത്തിയഴിഞ്ഞു മാറുന്നു. പുത്തൻ ആകാശവും പുത്തൻ ഭൂമിയും വെളിപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയിലേക്ക് പാപം പ്രവേശിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയിൽ നിന്ന് പാപം നീക്കപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയിലേക്ക് ശാപം പ്രവേശിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയിൽ നിന്ന് ശാപം നീക്കപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ കണ്ണുനീർ ചാലുകൾ വീഴ്ത്തുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കണ്ണുനീർ സ്വർഗത്തിലെ ദൈവം തൻ്റെ കൈയാൽ തുടച്ചു നീക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ പർദീസ് എന്ന് മനുഷ്യൻ ആട്ടിയോടിക്കപ്പെടുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം ദൈവം താൻ അവരുടെ ദൈവമായിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ ജയാളിയാകുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ പരാജയപ്പെടുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സാത്താൻ മേൽ ജയം ഘോഷിക്കുകയാണ്. ഈ കൺവെൻഷന്റെ അവസാന രാത്രി ഹാളിൽ വന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയും, ദൈവമൈതലേ, അല്പകാലഘട്ടത്തിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിൽ സാത്താൻ വിജയിക്കുന്നതായി തോന്നിയാലും ആത്യന്തിക വിജയം പിശാചിനല്ല, എൻ്റെ യേശുവിനാകിയാൽ ഞാൻ അവനെ സ്തുതിക്കുകയാണ്. പോരാ, വിശ്വാസമുള്ള ദൈവമക്കൾ വാ തുറന്ന് കരമടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട് ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയെ മനോഹരമായി സൃഷ്ടിച്ചു. എന്നാൽ സാത്താൻ ഈ ഭൂമിയെ വിരൂപമാക്കി കളഞ്ഞു. സാത്താൻ വിരൂപമാക്കിയ ഭൂമിയെ പുത്തനാക്കുവാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ കാണുമ്പോൾ, നല്ല ഒരു ആരാധന കാണുമ്പോൾ, നല്ല ഒരു കുടുംബജീവിതം കാണുമ്പോൾ സാത്താന്റെ ചിന്ത എങ്ങനെ തകർക്കാമെന്നാണ്. ദുഷ്ടപിശാച് വരുന്നത് നിന്നെ ബന്ധിക്കുവാനാണെങ്കിൽ, യേശു കർത്താവ് വരുന്നത് ഈ രാത്രി ആ ബന്ധനത്തെ അറത്തുവിടുവാനാണ്. പിശാച് വരുന്നതിനെ ശപിക്കുവാനാണെങ്കിൽ, യേശു വരുന്നത് ഈ രാത്രി ആ ശാപം അനുഗ്രഹമാക്കി മാറ്റുവാനാണ്. പിശാച് വരുന്നതിന്റെ ജീവനെ കയ്യേറ്റം ചെയ്യുവാനാണെങ്കിൽ, യേശു വരുന്നത് ഈ രാത്രി നിനക്ക് സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. എത്ര പേർക്ക് ശക്തിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ കഴിയും? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വായിച്ചാൽ അതാരെഴുതി, എവിടെ വെച്ചെഴുതി, എപ്പോൾ എഴുതി എന്നൊക്കെയുണ്ട്. നമുക്കറിയാം, എങ്കിലും ഒന്നുകൂടെ വായിച്ചാട്ട്. നിങ്ങളുടെ സഹോദരനും
യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. നിങ്ങൾക്കറിയാം, 92 വയസ്സ് പ്രായമുള്ള അഭിഷക്തനായ യോഹന്നാനാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. 92 വയസ്സ് പ്രായമുള്ള കർത്തൃദാസൻ 92ാമത്തെ വയസ്സിലും യേശുവിനെ പ്രസംഗിക്കുകയായിരുന്നു. യേശുവിനെ പ്രസംഗിക്കുവാൻ പ്രായം ഒരു തടസ്സമല്ല. ഒരു ദൈവദാസന് ഈ ഭൂവിൽ റിട്ടയർമെന്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഒരു ദൈവദാസൻ പടക്കളത്തിൽ നിന്ന് പർദീസിലേക്ക് പറന്നു പോകുന്നവനാണ്. 92 വയസ്സ് പ്രായമുള്ള കർത്തൃദാസൻ 92ാമത്തെ വയസ്സിലും യേശുവിനെ പ്രസംഗിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 102 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചിയുണ്ട്. 102 വയസ്സ് പ്രായമുള്ള അമ്മച്ചിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസം പ്രാർത്ഥന, ഉപവാസം പ്രാർത്ഥന. 102 വയസ്സ് പ്രായമുള്ള അമ്മച്ചിക്ക് ഉപവസിപ്പാൻ നല്ല ബലം, പ്രാർത്ഥിപ്പാൻ നല്ല ബലം, ആരാധിപ്പാൻ നല്ല ബലം. ഇവിടെ 21കാരനോട് ഒരു നേരം ഉപവസിക്കാൻ പറഞ്ഞാൽ അവന് വയറ്റുവേദനയാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നെങ്കിൽ കർത്താവിനെ ആരാധിപ്പാൻ പ്രായം ഒരു തടസ്സമല്ല. എത്ര പേർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും? പ്രായം മറന്നും ക്ഷീണം മറന്നും കർത്താവിനെ ആരാധിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. 92 വയസ്സ് പ്രായമുള്ള കർത്തൃദാസൻ യേശുവിനെ പ്രസംഗിച്ചതിന്റെ പേരിൽ ഡൊമീഷ്യൻ കൈസർ ദൈവദാസനെ പിടിച്ച് തിളച്ച എണ്ണയ്ക്കകത്തിട്ടു എന്നാണ് ട്രഡീഷൻ പറയുന്നത്, പാരമ്പര്യം പറയുന്നത്. മത്തി വറുത്തെടുക്കുന്ന പോലെ, അയില പൊരിച്ചെടുക്കുന്ന പോലെ ഈ അഭിഷക്തനെ വറുത്തെടുക്കുവാൻ, പൊരിച്ചെടുക്കുവാൻ തിളച്ച എണ്ണയ്ക്കകത്തിലേക്ക് ഇട്ടു. ദൈവത്തിന്റെ ദാസനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടപ്പോൾ ദൈവത്തിന്റെ വലിയ കരം നീണ്ട് 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 നീണ്ടു വന്ന് ആ തിളച്ച എണ്ണയൊന്ന് തൊട്ടു. ദൈവത്തിന്റെ കരം ആ തിളച്ച എണ്ണയെ തൊട്ടപ്പോൾ തിളച്ച എണ്ണ AC റൂമായിട്ട് മാറി. ഈ ഹാളിൽ വന്ന ദൈവവൈതലേ, എൻ്റെ കർത്താവിൻ്റെ കരം നിന്റെ കഷ്ടതയെ തൊട്ടാൽ ഈ രാത്രി അത് അനുഗ്രഹമായി മാറും. എൻ്റെ കർത്താവിൻ്റെ കരം നിന്റെ ഇല്ലായ്മയെ തൊട്ടാൽ ഈ രാത്രി അത് സമൃദ്ധിയായി മാറും. എൻ്റെ കർത്താവിൻ്റെ കരം നിന്റെ രോഗത്തെ തൊട്ടാൽ ഈ രാത്രി അത് സൗഖ്യമായി മാറും. എൻ്റെ കർത്താവിൻ്റെ കരം നിന്റെ മരണത്തെ തൊട്ടാൽ ഈ രാത്രി അത് ജീവനായി മാറും. അറിയാം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവത്തെ ഡൊമീഷ്യൻ കൈസർക്ക് ഒരു കാര്യം മനസ്സിലായി. യോഹന്നാനെ അങ്ങനിങ്ങനൊന്നും കൊല്ലാനൊക്കില്ലെന്ന്. ഇവനെ അങ്ങനിങ്ങനൊന്നും ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാരെ, ദൈവമക്കളെ അങ്ങനിങ്ങനൊന്നും കൊല്ലാൻ സാത്താന് കഴിയില്ല. വിശ്വസിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കൊല്ലുവാനായി ഹെരോദാവ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാം? എന്താ പറഞ്ഞത്? നിങ്ങൾ ആ സാറിനോട് എന്ന് പറയാനല്ല പറഞ്ഞത്, നിങ്ങൾ ആ കുറുക്കനോട് എന്ന് പറ, ഇന്നും നാളെയും മറ്റേന്നാളും ഞാൻ പ്രസംഗിക്കും, മറ്റേന്നാളിൽ പ്രസംഗം സമാപിപ്പിക്കും. അടുത്ത പദവാ എനിക്കിഷ്ടം. യെരൂശലേമിന് പുറത്തു വച്ച് ഒരു പ്രവാചകൻ മരിക്കുന്നത് അസംഭ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിനറിയാം അവൻ എവിടെയാണ് മരിക്കാൻ പോകുന്നത്. എൻ്റെ കർത്താവിനറിയാം അവൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്. ഈ രാത്രി ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഒരഭിഷക്തൻ എവിടെ മരിക്കണമെന്നും എപ്പോൾ മരിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും പിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ് തീരുമാനിക്കുന്നത്. പോരാ, ശക്തി പോരാ സ്തോത്രത്തിന്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-8 അധ്യായങ്ങളിൽ 3 പ്രാവശ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പിടിക്കുവാൻ യഹൂദന്മാർ ആളെ വിട്ടു. പക്ഷെ അവന്റെ നാഴിക വന്നിട്ടില്ലായകയാൽ അവർക്ക് അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഇവിടെയുള്ള കർത്തൃദാസന്മാരോടും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടും ഞാൻ പറയാം, നമ്മുടെ നാഴിക വരാതെ നമ്മെ തൊടാൻ സാത്താന് കഴിയില്ല. ദൈവം നിനക്ക് നൽകിയ ശുശ്രൂഷ തീരാതെ നിന്നെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ക്യാൻസർ വരട്ടെ, ഡയബറ്റീസ് വരട്ടെ, ബ്ലഡ് പ്രഷർ വരട്ടെ, ഹാർട്ട് അറ്റാക്ക് വരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ക്യാൻസറിനോട് പറ, ഹാർട്ട് അറ്റാക്കിനോട് പറ, ബ്ലഡ് പ്രഷറിനോട് പറ, ക്യാൻസറെ, ഹാർട്ട് അറ്റാക്ക്, ബ്ലഡ് പ്രഷറെ, എന്റെ ദൈവം അനുവദിക്കാതെ നിനക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. ദൈവം അനുവദിക്കാതെ ശുശ്രൂഷ തീരാതെ നിന്നെ കൊണ്ടുപോകാൻ ഒരു ശക്തിക്ക് കഴിയില്ല.
ഓ ഷബ ഹത്തോന അറിയാന വൈഡമ ഹസയ അറിയാന ഉഡമ ഹസയാൻ അറിയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് നൽകിയ ശുശ്രൂഷ തീരാതെ നമ്മെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയില്ല. തീർന്നു കഴിഞ്ഞാൽ പോകണം, പിന്നീട് നിൽക്കേണ്ട കാര്യമില്ല. തീരുന്നിടം വരെ നമ്മളിവിടെ കാണും. പ്രൈസ് ദി ലോർഡ്. ഡൊമേഷ്യൻ കൈസർ കർത്താവിന്റെ ദാസൻ യോഹന്നാനു ട്രാൻസ്ഫർ കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇവിടേക്കെന്ന് പത്മോസ് ദ്വീപിലേക്ക് വിഷപ്പാമ്പുകളും തേളുകളും ഉള്ള സ്ഥലം. മുമ്പ് നാടുകടത്തിയ ആളുകളുടെ എല്ലും മുട്ടും ഒക്കെ ചിതറിക്കിടക്കുന്ന പത്മോസിലേക്ക് ദൈവദാസനെ ട്രാൻസ്ഫർ ചെയ്തു. നാം വായിക്കുന്നത്, കർത്തൃ ദിവസത്തിൽ അവൻ മുട്ടുകുത്തി സ്തോത്രം പറയാൻ തുടങ്ങി. സ്വർഗം തുറന്ന് സ്വർഗീയ ദൂതുമായി സ്വർഗസ്ഥനായവൻ അവൻ്റെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു. എനിക്ക് ഡൊമീഷ്യൻ കൈസറുടെ കാര്യം പറയാനുണ്ട്. ഡൊമീഷ്യൻ കൈസറെ, നിന്റെ നാട്ടിൽ നിന്ന് യോഹന്നാനെ നിനക്ക് നാടുകടത്താം. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവനെ നാടുകടത്താൻ ലോകത്തിലെ ഒരു ശക്തിയും കഴിയത്തില്ല. കുറച്ചുകൂടെ ഓളി എങ്ങോട്ടും, കുറച്ചുകൂടെ ഓളിയും വെച്ചാണ് ഫീഡ്ബാക്ക് നല്ല നോക്കിയൊക്കെ. ഒരിക്കൽ കൂടെ കര ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. എഫെസോ സഭയുടെ പാസ്റ്ററായിരിക്കുമ്പോഴാണ് ഈ കർത്തൃദാസനെ നാട് കിടത്തുന്നത്. വലിയൊരു സഭയാണ് എഫെസോ സഭ. അവിടുത്തെ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട് ഈ ദൈവദാസനെ പോയെന്ന് കാണാൻ, പക്ഷെ കഴിയില്ല. സഹശുശ്രൂഷകന്മാർക്ക് ആഗ്രഹമുണ്ട് ഈ കർത്തൃദാസന്റെ അരികിൽ ചെല്ലാൻ, പക്ഷെ സാധിക്കില്ല. സഹശുശ്രൂഷകന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് സഹവിശ്വാസികൾക്ക് കടന്നു ചെല്ലുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനാണ് നീ സേവിക്കുന്ന ദൈവം. നിങ്ങളുടെ മക്കൾ ഇന്ന് രാത്രി ഒരുപക്ഷെ ദൂരെ ആയിരിക്കാം, കുവൈറ്റിലോ മസ്കറ്റിലോ ദോഹയിലോ സൗദിയിലോ ഒക്കെ ആയിരിക്കാം. ഒരു ദിവസം നിങ്ങൾക്കൊരു ഫോൺ കോൾ ലഭിക്കും, നിങ്ങളുടെ മകന് സൗഖ്യമില്ല, മകൾക്ക് സൗഖ്യമില്ല. പ്രാവിനുള്ള പോലെ ചിറകുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറന്ന് അവിടെ പോയി പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഒരു ദിവസം നിങ്ങളുടെ ഭാര്യയെ ഓപ്പറേഷനിൽ പ്രവേശിപ്പിക്കുന്നു, നിങ്ങളുടെ ഭർത്താവിനെ ഓപ്പറേഷനിൽ പ്രവേശിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് റൂമിനകത്ത് എന്ന് കൈപിടിച്ചൊരു ആശ്വാസവാക്ക് പറയാൻ, പക്ഷെ സാധിക്കത്തില്ല. ഡോക്ടർമാർ നിങ്ങളെ കയറ്റി വിടത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്തിടത്ത് കടന്നു ചെല്ലുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. നീ നിന്റെ റൂമിൽ മുട്ടുകുത്തി സ്തോത്രം പറഞ്ഞാൽ നിനക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്തിടത്ത് യേശുവിൻ്റെ സാന്നിധ്യം കടന്നു ചെല്ലും. യേശുവിൻ്റെ സാന്നിധ്യം കടന്നു ചെല്ലും. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഞാൻ പറയുന്നു, നീ ഇവിടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നീ ഇവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അകലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭവനങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. നാം ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അകലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പോരാ പോരാ പോരാ, ശക്തിയോടെ കൈകളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. നീ ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിനക്ക് വേണ്ടി ഭവനത്തിൽ അകലങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്തിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു ചെല്ലും. പബ്ലിക് മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു പദമുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടുന്ന് മേലോട്ടുയരുന്ന വിമാനങ്ങൾ പറന്നു പോകുന്നത് 40,000 അടി ഉയരത്തിലാണ്, 50,000 അടി ഉയരത്തിലാണ്. 40,000, 50,000 അടി ഉയരത്തിൽ പറക്കുകയാണ്. ഈ പ്ലെയിൻ ഇങ്ങനെ പറന്നങ്ങോട്ട് പൊങ്ങുമ്പോൾ ഒരു പരുന്ത് വന്ന് ഒന്ന് ഏശിപ്പോയാൽ മതി, തീപ്പട്ടിക്കൊള്ളി കത്തുന്ന പോലെ ഈ ഫ്ലൈറ്റ് മുതലെ യാത്രക്കാരൻ കത്തി വീഴും. നമ്മളൊക്കെ പലവട്ടം അതിൽ കയറി ഇറങ്ങിയവരാ. പരുന്ത് വരാഞ്ഞിട്ടല്ല, പ്രാവ് വരാഞ്ഞിട്ടല്ല, സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുതൽ കൊണ്ടാണ്. ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും അത്ഭുതമാണ്. പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത് ഇത്തിരി ദിവസം എടുപ്പുണ്ട്. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതാണ്. ഈ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ്, എയർ ഹോസ്റ്റസ് ഒക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നെ കൈക്കറിയെ കാണിക്കും. അവർ പറയും ഈ പ്ലെയിൻ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്, താഴോട്ട് പോയാൽ ഉടനെ ഒരു ഓക്സിജൻ മാക്സ് താഴേക്ക് വീഴും, അതെടുത്ത് മൂക്കിനോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. അത് കടലിൽ വീണ ഉടനെ ലൈഫ് ജാക്കറ്റ് എടുത്തിടണം, ഇത് ഊതി ഫൂന്ന് വീർപ്പിക്കണം, ഒരു ലൈറ്റ് കത്തിക്കണം, വിഷൽ അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അകത്ത് കയറിയാൽ ഈ കാണിക്കുന്ന ഒന്നും ഞാൻ നോക്കാറില്ല. കാരണം എനിക്കറിയാം താഴോട്ട് പോയാൽ പിന്നെ പോകാമെന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കൊണ്ട് ഒരു ഫലവുമില്ല, ഞാൻ നോക്കാറില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, 40,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നൊരു ഫ്ലൈറ്റ് അവിടെ വെച്ച് തകരുമെന്ന് കണ്ടാൽ ആ ഫ്ലൈറ്റിനകത്തിരിക്കുന്നൊരു പാവപ്പെട്ട ദൈവവേദൽ അല്ലെങ്കിൽ താഴെ ഇരുന്നൊരു ദൈവവേദൽ കരഞ്ഞാൽ 40,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന് കീഴെ ആകാശം കീറിയിറങ്ങി വന്ന്, ആകാശം ചായച്ചിറങ്ങി വന്ന് ആ ഫ്ലൈറ്റിനെ മുതലെ യാത്രക്കാരെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ, അവനെയാണ് നാം സേവിക്കുന്നത്. എത്രവർക്ക് ശക്തിയോട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? എന്റെ ദൈവത്തിന് ദൂരം വിഷയമല്ല, എന്റെ ദൈവത്തിന് നേരം വിഷയമല്ല. അങ്ങനെയെങ്കിൽ രാത്രി വിശ്വസിക്ക്, അകലങ്ങളിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഈ രാത്രി എന്റെ കർത്താവിന് കഴിയും.
ശക്തിയോടെ ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. പത്മോസിലേക്ക് കർത്താവിന്റെ അഭിഷക്തൻ യോഹന്നാനെ ഡൊമീഷ്യൻ കേസ് നാട് കടത്തി. സ്വർഗീയ ദൂത് അവന് നൽകി. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഭാഗം വിടാം. ഈ ഹാളിൽ വന്ന ദൈവവേദനയെ ഈ ജീവിതയാത്ര ഉണ്ടാകുന്ന ഏകാന്തതകൾ, ഒറ്റപ്പെടുത്തലുകൾ നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയുള്ളവയല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയുള്ളവയാണ്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിന്മേൽ നിൽക്കുക, കരയാൻ തുടങ്ങുക, പ്രാർത്ഥിപ്പാൻ തുടങ്ങുക. മേലാൽ സംഭവിപ്പാനുള്ളത് ദൈവം നിന്നെ അറിയിക്കും. നിന്റെ കുടുംബത്തിലുള്ള ദൂത്, നിന്റെ സഭയ്ക്കുള്ള ദൂത്, നിന്റെ ദേശത്തുള്ള ദൂത് ദൈവം നിന്നെ ഭരമേൽപ്പിക്കും. കഷ്ടതകളിൽ ദർശനമേറ്റുവാങ്ങുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ കൂടെ കരം ഉയർത്തിയ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ദർശനമാണ്. തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ദർശനം യോഹന്നാന് നൽകുവാനുള്ള കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും, യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും സഹിഷ്ണുതയിലും രാജ്യത്തിലും കൂട്ടാളിയായ യോഹന്നാൻ. കഷ്ടതയിൽ കൂട്ടാളിയായവന് രാജ്യത്തിൽ കൂട്ടാളിയാക്കാൻ ദൈവത്തിന് പ്രസാദമായി. ഒരിക്കൽ കൂടെ പറയാം, യേശു കർത്താവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയായവന് അവന്റെ തേജസ് കാണിക്കാൻ കർത്താവിന് പ്രസാദമായി. വേദപുസ്തകത്തിൽ 3 കാര്യം ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-ാമത്തെ കാര്യം, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ നാം അവനോടുകൂടെ വാഴും. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ ഓപ്ഷൻ, നാം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായി എങ്കിൽ അവന്റെ പുനരുത്ഥാന ശുശ്രൂഷയോട് ഏകീഭവിക്കും. 3-ാമത്തെ ഓപ്ഷൻ, നാം മനുഷ്യരുടെ ഇടയിൽ അവനെ ഏറ്റുപറയുന്നു എങ്കിൽ ദൂതന്മാരുടെ മധ്യത്തിൽ അവൻ നമ്മെ ഏറ്റുപറയും. ഇതൊക്കത്തില്ലെങ്കിൽ അതും ഒക്കത്തില്ലെന്നാ. നിനക്ക് അവനോട് മരിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിനക്കവിടെ വാഴാൻ കഴിയില്ല. നിനക്ക് അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിപ്പാൻ കഴിയത്തില്ലെങ്കിൽ അവൻ്റെ പുനരുത്ഥാന സാദൃശ്യത്തോടെ ഏകീഭവിപ്പാൻ കഴിയില്ല. മനുഷ്യരുടെ നിനക്ക് അവനെ ഏറ്റുപറയാൻ മനസ്സില്ലെങ്കിൽ ദൂതന്മാരുടെ മധ്യത്തിൽ നിന്നെ ഏറ്റുപറയാനും തമ്പുരാനും മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. എത്രവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നതിനാ. പല ആളുകളും ഇവിടെ ധനവാനും അവിടെ ലാസറുമാകാനിരിക്കുക. സാധിക്കില്ല. നീ ഇവിടെ എന്നാ അതേ അവിടെ ആകെയുള്ളൂ. ഇവിടെ സ്തോത്രം പറയാത്തവൻ ഇവിടെ സ്തോത്രം പറയാൻ കഴിയില്ല. ഇവിടെ ആരാധിക്കാത്തവൻ ഇവിടെ ആരാധിപ്പാൻ കഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ കൂട്ടാളിയായവന് തൻ്റെ തേജസ്സിൽ കൂട്ടാളിയാക്കി. 4 സുവിശേഷങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്, ശ്രദ്ധിച്ചിരിക്കണമേ. യേശു കർത്താവിൻ്റെ ക്രൂശും മരണത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം നൽകുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. കൂടെ ചാകാൻ നടന്ന പത്രോസും വീരവാദം പറഞ്ഞ അന്ത്രയോസും എല്ലാം ഓടിപ്പോയപ്പോഴും യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ നിന്നിരുന്നു. 3 തവണ എഴുതിയിട്ടുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ദൈവസ്നേഹമകത്തായ ദൈവപൈതലേ, ലോകം നിനക്ക് കുരിശേ തരികയുള്ളൂ. ലോകം കുരിശ് തന്നാലും യേശുവിനെ ഉപേക്ഷിക്കാത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഒരു വെല്ലുവിളി നടത്തി. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? 17 കൂട്ടം കാര്യങ്ങൾ നടത്തി. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ 17 കൂട്ടം കാര്യങ്ങൾ നിർത്തിയിട്ട് തുടങ്ങി. ഇപ്പോഴുള്ളതോ വരാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു ശക്തിക്കും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഉറപ്പ് പ്രാപിച്ചവൻ മാത്രമാ കൈ ഉയർത്തിയ ശക്തിയുടെ സ്തോത്രം പറയാം. ഒന്നൊന്നിന് ഓപ്പോസിറ്റ്. ഇപ്പോഴുള്ളതോ വരാനുള്ളതോ, ഉയരം ആഴം മരണം ജീവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ എൻ്റെ കഷ്ടത മാറി എനിക്ക് സമൃദ്ധി വന്നാലും, ഇപ്പോഴത്തെ എൻ്റെ സമൃദ്ധി മാറി എനിക്ക് കഷ്ടത വന്നാലും എൻ്റെ യേശുവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഇവിടെ ആ സഹോദരൻ പാടിക്കൊണ്ടിരുന്ന പാട്ടുണ്ടല്ലോ, നമുക്കെല്ലാം പാടി. നോട്ട് ടേണിംഗ് ബാക്ക്. എന്തു വന്നാലും ഞാൻ യേശുവിനെ പിൻപറ്റും. സത്യത്തിൽ ആ പാട്ട് പാടിക്കൊണ്ടൊരു അഭിഷക്തനും തന്നെ 4 കുഞ്ഞുങ്ങളും ഭാര്യയും യേശുവിനോട് രക്തസാക്ഷികളായി മരിച്ചിട്ടുണ്ട്.
ആ സംഭവം അറിഞ്ഞ ശേഷം ഈ പാട്ട് പാടുമ്പോഴൊന്നും ഇങ്ങനെ പാടാൻ എനിക്ക് കഴിയാറില്ല. ആ പാട്ട് പാടുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞു പോകും. പ്രിയ സഹോദരങ്ങളെ, കമ്മ്യൂണിസ്റ്റ് രക്ഷയിൽ കമ്മ്യൂണിസം കൊടുമ്പിരിക്കുന്ന കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ കർത്തൃദാസനെയും തന്റെ 4 കുഞ്ഞുങ്ങളെയും ഭാര്യയും റഷ്യൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. ഇതിന്റെ വീട് കണ്ടുകെട്ടി, വീടിന് സീൽ ചെയ്തു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വീടിന് ഗവൺമെന്റ് ഏതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കർത്തൃദാസൻ തന്റെ ഭാര്യയും 4 കുഞ്ഞുങ്ങളെയും ചേർത്ത് നിർത്തി പാടി, യു ടേക്ക് ദ ഹോൾ വേൾഡ് ബട്ട് ഗിവ് മീ ജീസസ്. എനിക്കുള്ളതെല്ലാം നിങ്ങൾ എടുത്തുകൊള്ളൂ, യേശുവിനെ എനിക്ക് നൽകൂ, ഞാൻ യേശുവിനെ പിൻപറ്റും. പ്രൈസ് ലോർഡ്. അവർക്ക് ദേഷ്യമായി. അവർ പറഞ്ഞു, എന്നാൽ നിനക്കുള്ളതെല്ലാം ഞങ്ങൾ എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. 4 കുഞ്ഞുങ്ങളെ ഇതുപോലെ തല കീഴായി കെട്ടിയിട്ടു. 4 കുഞ്ഞുങ്ങളെ തല കീഴായി ഇങ്ങനെ കെട്ടിയിട്ടു. വാഴയുടെ കൂമ്പ് കണ്ടിക്കുന്ന പോലെ ഓരോ കുഞ്ഞിന്റെയും തലവെട്ടി മാറ്റുവാൻ തുടങ്ങി. 3 കുഞ്ഞിന്റെ തലവെട്ടി മാറ്റി 4ാമത്തെ കുഞ്ഞിന്റെ തലവെട്ടിയാൻ തുടങ്ങപ്പോൾ ഈ പെറ്റതല്ല, ആ കുഞ്ഞിനെങ്കിലും രക്ഷിക്കാൻ വേണ്ടി യേശു കർത്താവിനെ തള്ളിപ്പറയാൻ വാ തുറന്നു. ഉടനെ 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞു പറഞ്ഞു, മമ്മി പാടില്ല, മമ്മി പാടില്ല. എൻ്റെ അച്ചാച്ചന്മാർ പറുദീസയുടെ തീരത്തെത്തി, അവരവിടെ കർത്താവിനെ ആരാധിക്കുന്നു. ഞാൻ അവിടേക്ക് പറന്നു പോകാൻ പോകുകയാ. പപ്പയും മമ്മിയും അവിടെ വരണം, നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ അവിടെ ആരാധിക്കാം. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ അവർ വെട്ടിക്കൊന്നു. ഈ ദൈവദാസൻ യേശു കർത്താവിനെ ഉപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ തന്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് തന്റെ ഭാര്യയെ വെട്ടി നുറുക്കി. ഉടനെ ആ കർത്തൃദാസൻ പാടി, should no one join me, still I will follow. ആരും എന്നോടൊപ്പം യേശുവിനെ പിൻപറ്റാനില്ലെങ്കിലും ഞാൻ യേശുവിനെ പിൻപറ്റും. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവളെ കൊന്നുകളഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വെട്ടി നുറുക്കി. അപ്പോൾ എന്നോടൊപ്പം സ്തോത്രം പറയാൻ ആരുമില്ല, എന്നോടൊപ്പം ഹല്ലേലൂയ പറയാൻ ആരുമില്ല, എങ്കിലും ഞാൻ യേശുവിനെ പിൻപറ്റും. ഇന്ന് രാത്രി എത്ര പേർക്ക് തൻ്റെ ഇടത്തോട് വാ തുറന്ന് കൈ ഉയർത്തി പറയാൻ കഴിയും, ആരും എന്നോടൊപ്പം ഇല്ലെങ്കിലും എൻ്റെ യേശുവിനെ ഞാൻ പിൻപറ്റൂ. ഹല്ലേലൂയ. അവർ പറഞ്ഞു, അങ്ങനെയാണ് നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോകുകയാണ്. അപ്പോൾ ആ കർത്തൃദാസൻ പാടിയതാണ്, the cross before me, the bed behind me. കുരിശാണ് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത്, മരണമാണ് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത്, എങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ പിൻപറ്റും. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോടുകൂടെ ദൈവമക്കളോടും പറയാം, നമ്മൾ കർത്താവിനെ സ്നേഹിപ്പാൻ ഇറങ്ങിയത് കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. നീയും ഞാനും യേശുവിനെ പിൻപറ്റേണ്ടത് കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, നാം കർത്താവിനെ പിൻപറ്റേണ്ടത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. എത്രവർക്ക് ആ കാ തുറന്ന കര ഉയർത്തിയാട്ടി സ്തോത്രം പറയാൻ കഴിയും? ഞാനൊരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നിരിക്കുകയാണ്. പ്രസംഗ സമയം ആകട്ടെ എന്ന് വിചാരിച്ച് വീടിന്റെ സോഫയിൽ ഇരിക്കുകയാണ്. മുറ്റത്ത് കൺവെൻഷൻ നടക്കുകയാണ്. ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, നീ കയറിയിരിക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ഞാൻ കുറേ നാൾ നിങ്ങളുടെ കൂടെ ആയിരുന്നെന്ന്. ഞാൻ ചോദിച്ചത്, കുറേ നാളായത്? ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഒരു ഉപദേശി കൂടെ വരുമായിരുന്നു. അയാൾ എന്നോട് മുങ്ങടാ എന്ന് പറഞ്ഞു. മുങ്ങി ആ വിസ കിട്ടുവടാ എന്ന് പറഞ്ഞു. ഞാൻ പോയി മുങ്ങി. 3 ആഴ്ച കാത്തിരുന്ന് വിസ കിട്ടിയില്ല സാറേ, തിരിച്ചു പോരുന്നെന്ന്. ഇത് വിസ കിട്ടാൻ വേണ്ടി മുങ്ങുന്ന മാർഗമല്ല. ഈ ആയുസ്സിൽ രോഗം സൗഖ്യമായാലും ഇല്ലെങ്കിലും, കടഭാരം മാറിയാലും ഇല്ലെങ്കിലും, ആശിച്ചതൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ യേശുവിനെ പിൻപറ്റും. എത്രവർക്ക് കരമടിച്ചുകൊണ്ട് പിശാചികൾക്ക് പറയാൻ കഴിയും, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. യേശുവിൻ പിൻപേ ഞാൻ പോകാൻ ഉറച്ചു, ഞാൻ ഇനി പിന്മാറില്ല. ശക്തിയോട് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോട്, നോ ടേണിംഗ് ബാക്ക്. അറിയാന എന്റെ രോഗ സൗഖ്യമായാലും ഇല്ലെങ്കിലും, ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും, വീട് കിട്ടിയാലും ഇല്ലെങ്കിലും, മക്കൾക്ക് വഴി തുറന്നാലും ഇല്ലെങ്കിലും യേശുവിനെ ഞാൻ പിൻപറ്റു. അതാണ് തീരുമാനം. ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്, ശക്തിയോടെ. ഓ ശബാല റിഹാന ഹാസയാന. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ദർശനമാണ്. വളരെ സമയപരിമിതമാണ്. വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കും മുമ്പ് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഞാൻ വരച്ച് കാണിപ്പാൻ പോകുകയാണ്. യേശു കർത്താവിന്റെ ഉയർത്താത്ത, ക്രൂശീകരണം പ്രസംഗിക്കാത്ത സുവിശേഷ യോഗങ്ങൾ സുവിശേഷയോഗമല്ലെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുപോലെ തന്നെ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയാതെ
നിർത്തുന്ന പെന്തക്കോസ്ത് യോഗങ്ങൾ അത് യഥാർത്ഥ കൺവെൻഷനുകളുമല്ല. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞാലും ഇല്ലേ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ, അവസാന രാത്രി, രണ്ട് കാര്യം ഇവിടെ നടക്കണം. ഇന്ന് രാത്രിയിൽ ക്രൂശിക്കപ്പെട്ടവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിപ്പാൻ പോകുകയാണ്. എങ്കിൽ മാത്രമേ തേജസ്കരിക്കപ്പെട്ടവൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ക്രൂശിക്കപ്പെട്ടവനെ ഇവിടെ ഉയർത്തുമ്പോൾ എനിക്കറിയാം, ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവശക്തി ഹോളിൽ വ്യാപരിക്കും. ദൈവം ചിലരെ സൗഖ്യമാക്കും. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച ചില നന്മയുടെ ഉറവകൾ ഈ രാത്രി തുറക്കപ്പെടും. ഓഹോ ബാറിഹാസയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീ ഒരു പ്രസംഗം കേൾക്കാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കരുത്. ഒരു വിടുതൽ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഇരിക്കണം. ഒരു വിടുതൽ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുക. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറയുണ്ടായി, എല്ലാവരും ഓടിപ്പോയപ്പോഴും യേശു കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ അവസാനം വരെ നിന്നവൻ യോഹന്നാനായിരുന്നു. 4 സുവിശേഷങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിലും യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ദൃക്സാക്ഷി വിവരണം നൽകുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പീലാത്തോസിന്റെ അരമനയിൽ ഒരു യുവകോമളൻ ബന്ധനസ്ഥനായി നിൽക്കുന്നു, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു. പീലാത്തോസ് യേശുവിനെ അടിപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞു. വേദപണ്ഡിതന്മാരാണ് ഇവിടെ ഇരിക്കുന്ന പലരും, എനിക്കറിയാം. അടിപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞു, അതിനൊരു വലിയ ശിക്ഷയാണ്. ക്രൂശിക്കാൻ വിധിക്കും മുമ്പ് ക്രൂരമായൊരു ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അടിപ്പിച്ചിട്ട് വിട്ടയക്കാൻ തീരുമാനിച്ചു. അത് തന്നെ വലിയൊരു ശിക്ഷയാണ്. എന്തുകൊണ്ട് അടിപ്പിച്ചു വിട്ടയക്കുക എന്ന് പറഞ്ഞാൽ, ശുദ്ധ ബൈബിൾ പറയുന്നു, പടയാളികൾ അവനെ കയ്യേറ്റു. എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കണം. പടയാളികളെ കയ്യേറ്റെന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ അടിക്കുവാനായി പീലാത്തോസ് വിട്ടുകൊടുത്തു. 1 40 അടി അസ്ഥിക്കഷ്ണങ്ങളാൽ, ചൂണ്ടക്കൊളുത്തിനാൽ ബന്ധിക്കപ്പെട്ട ചാട്ടവാറിനാൽ അടിക്കുന്ന ക്രൂരമായ അടി. അതൊക്കെ കേട്ടാൽ നമുക്ക് രസം തോന്നും. യേശുവിനെ അടിച്ച അടിയെക്കുറിച്ച് ഞാൻ പറയാം. യേശുവിനെ അറസ്റ്റ് ചെയ്ത റോമൻ പടയാളികൾ യേശു കർത്താവിൻ്റെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി. നിങ്ങൾ കാണുന്ന ചില ചിത്രങ്ങളിൽ അല്പവസ്ത്രമുണ്ട്. അത് ലിയാനോ ഡാവിഞ്ചി വരച്ച ചിത്രമാണ്. അത് ക്രൂശിക്കപ്പെട്ട സമയത്തുള്ളതാ. പക്ഷെ യേശുവിനെ അടിക്കാൻ കൊണ്ടുപോയപ്പോൾ അവന്റെ ദേഹത്ത് നൂല് വസ്ത്രമില്ലായിരുന്നു. വിശുദ്ധ ബൈബിൾ എനിക്കൊപ്പം നിൽക്കുന്നു. കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ആദാമി വർഗം ഏദൻ പൂങ്കാവൻ നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ വസ്ത്രം തിരികെ നൽകുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിവസ്ത്രനാകി. യേശുവിനെ പിടിച്ച റോമൻ പടയാളികൾ ഒരു കൽത്തൂണോട് ചേർത്ത് യേശുവിനെ കൊണ്ടുവിട്ടു. കൽത്തൂൺ ഉയർത്തി നിർത്തുമെന്ന് പറഞ്ഞാൽ 2 കൈകളും മുമ്പോട്ട് നിർത്തി തൂണ് നെഞ്ചത്ത് വരത്തക്കവണ്ണം യേശുവിനെ പിടിച്ചു വലിച്ചു മുറുക്കി കെട്ടി. ഇരുമ്പ് ദണ്ഡിന്റെ അഗ്രത്ത് 7 ചാട്ടവാറുകളുണ്ട്, തോൾവാറുകളുണ്ട്. ആ തോൾവാറിന്റെ അഗ്രത്ത്, ചാട്ടവാറിന്റെ അഗ്രത്ത് അസ്ഥി കഷ്ണങ്ങളുണ്ട്, ഈയക്കട്ടികളുണ്ട്, ചൂണ്ടക്കൊളുത്തുകളുണ്ട്. കുനിഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ അരികിൽ വന്ന് ബലിഷ്ഠ കായന്മാരായ പടയാളികൾ ഈ ചാട്ടവാറെടുത്ത് യേശുവിന്റെ പുറത്തേക്ക് ഞാൻ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. അസ്ഥി കഷ്ണങ്ങളും ഈയക്കട്ടിയും ചൂണ്ടക്കൊളുത്തും വെച്ച് യേശുവിന്റെ പുറത്തേക്ക് കാളയടിക്കുന്ന പോലെ, പോത്തിനെ അടിക്കുന്ന പോലെ വലിച്ചടിക്കുമ്പോൾ ഈ അസ്ഥി കഷ്ണവും ഈയക്കട്ടിയും ചൂണ്ടക്കൊളുത്തും എൻ്റെ യേശുവിന്റെ ശരീരത്തിൽ ആഞ്ഞു പതിക്കും. ആ ചാട്ടവാർ അവർ പിടിതെടുക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. ചൂണ്ടക്കുളത്ത് ശരീരത്തിൽ പിടിച്ച് കുടുത്തി കിടക്കുകയാണ്. മറ്റൊരു പടയാളിയെ കൂട്ടിന് വിളിക്കും. അവരൊരുമിച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് കപ്പ വീഴുന്ന പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ചാട്ടവാർ പിടിതെടുക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പച്ച മാംസവും തൊലിയും ഇങ്ങനെ ഇറുന്നു പോരും. ഒരു ബേസിലെ വെള്ളത്തിൽ ഈ ചാട്ടവാർ കലക്കിയിട്ട് അവൻ മാറി നിൽക്കും. മറ്റൊരു പടയാളി വരും, അവൻ ഇങ്ങേ വശം തിരി നിൽക്കും. യേശുവിൻ്റെ പുറത്തേക്ക് ചാട്ടവാർ കൊണ്ട് അവൻ ആഞ്ഞടിക്കും. അസ്ഥിക്കഷ്ണവും ഈയക്കൊട്ടിയും ചൂണ്ടക്കൊളുത്തും ബന്ധിക്കപ്പെട്ട ചാട്ടവാറിനാൽ യേശുവിൻ്റെ പുറത്തേക്ക് അടിക്കുമ്പോൾ യേശു വേദന കൊണ്ട് പുളയും. അവൻ പിഴുതെടുക്കാൻ നോക്കിയിട്ട് സാധിക്കില്ല. മറ്റൊരുവൻ വിളിക്കും. അവർ ഒന്നിച്ച് പിഴുതെടുക്കുമ്പോൾ മാംസം ഇറന്നു പോരും. അവൻ വീണ്ടും ആ ബേസിൽ കലക്കും. മറ്റൊരുവൻ വരും, വീണ്ടും അടിക്കും, വീണ്ടും കലക്കും, വീണ്ടും അടിക്കും, വീണ്ടും കലക്കും, വീണ്ടും കടിക്കും. 1 കുറയാൻ 40 അടി, 39 അടി എൻ്റെ യേശുവിൻ്റെ പുറത്തടിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ബേസിലെ വെള്ളത്തേക്ക് നിങ്ങൾ നോക്കുക. സഹോദരിമാരെ, ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി കൊണ്ടുവന്ന് കൊത്തിയരിഞ്ഞ ശേഷം ഇത് വാരി അടപ്പയിലോട്ട് വെക്കുമ്പോൾ രക്തവും മാംസക്കൊത്തും കിടക്കുന്ന പോലെ എൻ്റെ യേശുവിൻ്റെ മാംസക്കൊത്തുകൾ ആ ബേസിലെ വെള്ളത്തിൽ കിടക്കുകയാണ്. ഇത് കണ്ടിട്ടായിരിക്കാം വെള്ളം തിളയ്ക്കുന്ന പോലെ രക്തം തിളയ്ക്കുന്നതായി പിലാത്തോസ് തോന്നുകയാണ്. ഇത് കണ്ടിട്ടായാൽ പുരുഷാരം കാണുക വെള്ളമെടുത്ത് കൈ കഴുകുകയാണ്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് അവൾ പറയുന്നു. അയാൾ പറയുന്നു 1 കുറേ 40 അടി. യേശുവിൻ്റെ ശരീരത്തിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാംസം മൃദു പോരുകയാണ്. വീണ്ടും അടിക്കുന്നു, വീണ്ടും കലക്കുന്നു, വീണ്ടും അടിക്കുന്നു, വീണ്ടും കലക്കുന്നു. 1 കുറേ 40 അടി. ഏതാണ്ട് 30-39 അടിയൊക്കെ ലാസ്റ്റ് അടിയായപ്പോൾ വേദശാസ്ത്രികൾ പറയുന്നത് അവസാന അടികൾ ഏൽക്കുവാൻ കർത്താവിൻ്റെ പുറത്ത് മാംസമില്ലാതെയായി.
അസ്ഥികളിലേക്ക് അടികൾ ആണ്ടിറങ്ങി. അസ്ഥികളിലേക്ക് ശ്രദ്ധിക്കണേ പ്രിയ സഹോദര സഹോദരി. ഇരുമ്പ് കഷ്ണം കൊണ്ട്, ചാട്ടവാറ് കൊണ്ട്, ഇരുമ്പ് ദണ്ട് കൊണ്ട്, ചൂണ്ടക്കൊളുത്തുകൊണ്ട് ഒരടി നിന്റെ അസ്ഥിക്ക് കിട്ടിയാൽ എത്ര വലിയ വേദനയായിരിക്കും. എൻ്റെ യേശു നിനക്ക് വേണ്ടി അത് സഹിച്ചു. 39 അടി. അതാണ് വേദപുസ്തകം പറയുന്നത്, ഒഴിവുചാലുകൾ നീളത്തിൽ കീറുന്ന പോലെ യേശുവിനെ അടിച്ചവർ ഉഴുതു മറിച്ചു കളഞ്ഞു. യേശുവിനെ അതിന് ശേഷം അവർ അവിടെ പിഴുതിയെടുത്തു, പൊക്കിയെടുത്തു. 100 കിലോളം ഭാരമുള്ളൊരു കുരിശ് യേശുവിൻ്റെ തോളിൽ വെച്ച് കൊടുത്തു. വേച്ചു പറയ്ക്കുന്ന കാലുകളോട് യേശു ഇങ്ങനെ ഗൊൽഗോത്തയിലേക്ക് പോകുകയാണ്. ഓരോ തവണ വീഴുമ്പോഴും യേശുവിനെ ചാട്ടവാറ് കൊണ്ട് അവർ അടിക്കും. യേശുവിൻ്റെ ശരീരം മണ്ണിൽ ഉരുട്ടി അവർ എടുക്കും. പുറം മുഴുവൻ ഒഴിയാൽ ഒരു കീറപ്പെട്ട നസ്രയനായ യേശു ഒരു ശകലം ഒന്നിൻ്റെ മുറിവിൽ അല്പം മണ്ണ് കെറ്റിയാൽ എന്ത് നീറ്റലായിരിക്കും. പക്ഷെ യേശുവിൻ്റെ പുറം മുഴുവൻ കീറിക്കട്ടു. ആ കീറലേറ്റ ശരീരത്ത് അവർ യേശുവിനെ മണ്ണോടുരുട്ടിയെടുക്കുകയാണ്. ആ വിലാപയാത്ര ഗൊൽഗോത്താവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ കുരിശുവാകി അവൾ നിലത്തിട്ടു. ഒരു അറവുകാരൻ താൻ കൊല്ലുന്ന മൃഗത്തോട് ദയ കാണിക്കാതെ അതിനെ പിടിച്ച് പൊത്തോ എന്ന് തല്ലുന്ന പോലെ എൻ്റെ യേശുവിനെ അവർ പൊത്തോ എന്ന് പിടിച്ച് തള്ളി. യേശുവിനെ റെറ്റി. യേശു തെറിച്ച കുരിശന്മേൽ വീണു. ഒരറവുകാരൻ താൻ കൊല്ലുന്ന മൃഗത്തോട് ദയ കാണിക്കാതെ അതിനെ തല പിടിച്ച് കുത്തുന്നത് പോലെ എൻ്റെ യേശുവിൻ്റെ തല പിടിച്ചവർ കുരിശിലേക്ക് കുത്തി. അവൻ്റെ കയ്യും കാലും അവർ വിരിച്ചു. കയ്യിലും കാലിലും അവർ കാരിരുമ്പാണി ആഞ്ഞടിച്ച് കയറ്റി. എൻ്റെ കർത്താവ് വേദന കൊണ്ട് പുളയുന്നു. 3 ആണി അടിച്ച ശേഷം ആ പാറയിൽ വെട്ടിയിരുന്ന കുഴിയിലേക്ക് എൻ്റെ യേശുവിൻ്റെ ഡെഡ് ബോഡി ശരീരം ഉയർത്തുകയാണ്. ആ കുരിശെടുത്ത് ഉയർത്തുകയാണ്. യേശുവിൻ്റെ ശരീരം ഇങ്ങനെ ഉയർത്തുമ്പോൾ വേദശാസ്ത്രികൾ പറയുന്നത് 3 ആണിമേൽ യേശുവിൻ്റെ ഭാരം മുഴുവനാകിയാൽ അങ്ങനെ തൂക്കപ്പെടുന്നൊരു വ്യക്തിക്ക് പിന്നെ ശ്വാസം വിടുവാൻ കഴിയില്ല, ഉച്ഛ്വസിക്കുവാൻ കഴിയില്ല. ഒരു വലിവുകാരൻ വലിക്കുന്ന പോലെ, ഒരു ആസ്മാരോഗി വലിക്കുന്ന പോലെ യേശു കർത്താവ് കാലിൽ കുത്തി പുറത്തേക്ക് ശ്വാസം വിടുവാൻ പാടുപെടുകയാണ്. ഓരോ തവണ യേശു ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും യേശുവിൻ്റെ രക്തധമനികൾ പൊട്ടി രക്തം വിയർക്കുകയാണ്. നിങ്ങൾ കാൽവലേക്ക് നോക്കൂ പ്രിയപ്പെട്ടവരെ. എൻ്റെ യേശുവിൻ്റെ തലയിൽ അവർ കൂർത്തുമൂർത്ത മുൾക്കിരീടം വെച്ചടിച്ചു. യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിക്കുമ്പോൾ അവൻ്റെ തലയോടുകൾ പൊട്ടി തലച്ചോറിനകത്തേക്ക് മുൾക്കിരീടമായിട്ടിറങ്ങുകയാണ്. യേശുവിൻ്റെ തലയുടെ 4 വശത്തു നിന്നും രക്തം ധാരധാരയായി ഒഴുകുകയാണ്. യേശുവിൻ്റെ കണ്ണ് നനച്ചുകൊണ്ട് ആ രക്തം താഴേക്കൊഴുകുന്നു. അവന് കൈയെടുത്ത് തുടയ്ക്കാൻ കഴിയുന്നില്ല. പ്രിയ സഹോദര സഹോദരി, ഒരു തുള്ളി രക്തം നിന്റെ കണ്ണിൽ വീണാൽ എത്ര വലിയ നീറ്റലായിരിക്കും. പക്ഷെ എൻ്റെ യേശുവിൻ്റെ കണ്ണ് നനച്ചുകൊണ്ട് അവൻ്റെ രക്തം താഴെ കൊഴുകുന്നു. അവന് കൈയെടുത്ത് തുടയ്ക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾ കാൽവലേക്ക് നോക്കുക. യേശുവിൻ്റെ മുഖത്തു നിന്ന് രോമകൂവങ്ങൾ അവൾ പിഴുതെടുത്തു. നീര് വന്ന് വീർത്ത മുഖത്തേക്ക് അവർ കാർക്കിച്ച് തുപ്പി. ആ തുപ്പൽ തളം കെട്ടി കിടക്കുന്നു. അവൻ്റെ വിലാപ്രം അവർ കുത്തി തുറക്കപ്പെട്ടു. ഈ കൺവെൻഷൻ്റെ അവസാന ദിവസം രാത്രിയിൽ, ഇന്നേക്ക് 2000ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുലമരത്തിൽ കണ്ടാൽ ആളും തോന്നുമാറും ഇരുവനായി, കൈകാലികൾ കാരിലും പാണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കയ്പുവെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിൻ്റെ പാപശാപ രോഗ ദുരിതങ്ങൾ സ്വന്തം ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച നസ്രയനായ യേശുവിനെ ഈ രാത്രിയിൽ ഞാൻ ഇവിടെ ഉയർത്തുകയാണ്. എൻ പേർക്ക് യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്നു. പാപത്തിൽ നിന്ന് മാറ്റുവാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ബലിയായെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ കരങ്ങളുടെ ശക്തി ഇപ്പോൾ ഈ ഹോളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവൻ കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്നേക്ക് 2000ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ചിതറിത്തെറിച്ച യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നു. എല്ലാവരും കരങ്ങളടിച്ച് ശക്തിയോടെ അവനെ മഹത്വപ്പെടുത്തുക. ശക്തിയോ ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിപ്പാൻ കാരണം തേജസ്കരിക്കപ്പെട്ടവനെ കുറിച്ച് നിന്നോട് പറയാൻ വേണ്ടിയാണ്. കാൽവറിയിൽ യോഹന്നാൻ അവസാനമായി യേശു കർത്താവിനെ കാണുമ്പോൾ അവന്റെ കണ്ണുകൾ കുഴിഞ്ഞതാണ് കണ്ണുകളായിരുന്നു. യോഹന്നാൻ ക്രിസ്തുവിനെ കാൽവറിയിൽ കാണുമ്പോൾ അവന്റെ തലമുടി രത്ന ഖചിതമായിരുന്നു. യോഹന്നാൻ കാൽവറിയിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ അവന്റെ തലയിൽ മുൾക്കിരീടമായിരുന്നു. യോഹന്നാൻ കാൽവറിയിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ അവന്റെ ശബ്ദം ക്ഷീണിച്ച ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യോഹന്നാൻ ഇപ്പോൾ കാണുന്ന ക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടമല്ല, അവന്റെ തലയിൽ അനവധി രാജമുടികൾ ഇരിക്കുകയാണ്.
ഇപ്പോൾ യോഹന്നാൻ കാണുന്ന ക്രിസ്തുവിന്റെ തലമുടി രത്നഖചിതമല്ല, ഹിമം പോലെ വെളുത്ത തലമുടിയുള്ളവനെ യോഹന്നാൻ കാണുകയാണ്. സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കൊള്ളുക. യോഹന്നാൻ കാണുന്ന യേശുവിന്റെ കണ്ണുകൾ കുഞ്ഞിതാണ് കണ്ണുകളല്ല, അഗ്നി ജ്വാലക്കത്ത കണ്ണുള്ളവനെ യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ ഇപ്പോൾ കാണുന്ന ക്രിസ്തുവിന്റെ ശബ്ദം എനിക്ക് ദാഹിക്കുന്നു എന്ന ക്ഷീണിച്ച ശബ്ദമല്ല, തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ നെഞ്ചിൽ പോലെ ശബ്ദമുള്ളവനെ യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. യേശു വിളിച്ചു പറഞ്ഞു, യോഹന്നാനേ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു. പോരാ 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 പോരാ. ദൈവമക്കൾ ശക്തിയോടെ അവനെ ഭൂതപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൺവെൻഷന്റെ അവസാന രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഒരിക്കൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ മരിക്കാൻ വന്നു, ഇനിയും നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുവാൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിന്റെ പാപഭാരം ചുമന്നിരിക്കുന്ന കുഞ്ഞാടായി വന്നു, ഇനിയും നമ്മുടെ കർത്താവ് യഹൂദഗോത്രത്തിന്റെ സിംഹമായി ഇറങ്ങി വരാൻ പോകുകയാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരനായി വന്നു, ഇനിയും നമ്മുടെ കർത്താവ് വീണ്ടെടുക്കപ്പെട്ടവരെ വീട്ടിൽ ചേർക്കാൻ ഇറങ്ങി വരാൻ പോകുകയാണ്. എത്രവർക്ക് പ്രത്യാശ ഉണ്ടാക്കാൻ ഉയർത്തിയാട്ടി സ്തോത്രം പറയാം. യേശുവും മടങ്ങി വരാൻ പോകുകയാണ്. യേശുവും മടങ്ങി വരാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ടാക്കാൻ ശബ്ദം കേട്ടു? പ്രിയപ്പെട്ടവരെ, ഞാൻ പല വേദികളിലും വിളിച്ചു പറയാറുണ്ട്, ലോകത്തിലെ അനവധി മഹാരഥന്മാരുടെ കല്ലറയുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ലോകത്തിലെ വൻപന്മാരുടെ, ഉന്നതന്മാരുടെ, ശ്രേഷ്ഠന്മാരുടെ കല്ലറകൾ കാണാൻ ദൈവം എനിക്ക് അവസരം നൽകി. 2 ലോക മഹായുദ്ധങ്ങളെ അതിജീവിച്ച രണ്ട് ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ച ജർമ്മനിയിലെ കൊളോൺ എന്ന പട്ടണം വിസിറ്റ് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ജർമ്മനിയിലെ കൊളോൺ എന്ന പട്ടണത്തിൽ ലോകത്തിലെ 15 ലോകാത്ഭുതങ്ങൾ ഒന്നായി വിശേഷിപ്പിക്കാവുന്ന വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടിയിലെല്ലാം ജർമ്മനിയിലെ മഹാരഥന്മാരുടെ കല്ലറകളാണ്. സ്വർണ്ണപ്പേടകത്തിൽ, വെള്ളിപ്പേടകത്തിൽ ഇരുത്തിയും നിർത്തിയും കടത്തിയും ഒക്കെ അനേകരെ അടക്കിയിരിക്കുന്നു. അതോടൊപ്പം കല്ലറകൾ അടങ്ങിയ വലിയ സെമിത്തേരി, അതുകൊണ്ട് റഷ്യയിലെ റെസ്കോയർ എന്ന സെമിത്തേരി, ലോകത്തിലെ അനേക കല്ലറകളിൽ അനേക മഹാരഥന്മാരുടെ കല്ലറകൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കല്ലറയുടെ എല്ലാം പുറത്ത്, ആ മഹാരഥന്മാരുടെ എല്ലാം കല്ലറയുടെ പുറത്ത് അവരുടെ ജനനം, അവരുടെ മരണം, അവരുടെ അടക്കം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പാലസ്തീനിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അത് മറ്റാരുടെയും കല്ലറയല്ല, അത് നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ കല്ലറയാണ്. എത്രവർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ കഴിയും? ലോകത്തിലെ സകല മഹാരഥന്മാരുടെയും കല്ലറയുടെ പുറത്ത് അവരുടെ മരണവും അടക്കവും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യേശുവിന്റെ കല്ലറയുടെ പുറത്തല്ല, അവന്റെ കല്ലറയുടെ അകത്തെഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ച കർത്താവിനെയല്ല നമ്മൾ സേവിക്കുന്നത്, നാം സേവിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെയാണ്. നാം സേവിക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ്. നാം സേവിക്കുന്ന വിടുവിക്കുന്ന കർത്താവിനെയാണ്. നാം സേവിക്കുന്ന സൗഖ്യമാക്കുന്ന കർത്താവിനെയാണ്. നാം സേവിക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവത്തെയാണ്. എത്രവർക്ക് കൈകളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഓ ശബഹതുന റിഹാ ഹസയ. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തൂ, ശക്തിയോടെ അവനെ സ്തുതിക്കൂ. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ മരിക്കുവാൻ വന്നു, ഇനി അവൻ ഭൂമിയെ ഭരിക്കാൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വേ ആമേൻ. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിന് അടയാളമായി സംഭവിക്കേണ്ട അനവധി അടയാളങ്ങൾ ബൈബിളിലുണ്ട്. 96ഓളം ഇൻസിഡൻസ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കടക്കാൻ ഇന്ന് രാത്രിയിൽ എനിക്ക് നേരമില്ല. പക്ഷേ യേശു കർത്താവിന്റെ മടങ്ങി വരവിന് 2 ആമുഖങ്ങളുണ്ട്, 2 പതനങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് സഭയ്ക്ക് വേണ്ടിയുള്ള വരവ്, 2 സഭയുമായുള്ള വരവ്. ഒന്ന് മഹത്വ പ്രത്യക്ഷത, 2 മേഘപ്രത്യക്ഷത. ഒന്ന് മേഘപ്രത്യക്ഷത, 2 മഹത്വ പ്രത്യക്ഷത. തമ്മിൽ 7 വർഷത്തെ ഗ്യാപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് പക്ഷേ ഇന്ന് രാത്രിയിൽ സംഭവിക്കാം. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് വരാം. ഇന്ന് രാത്രി കർത്താവ് വരണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവർ ആ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇത്രയും പ്രത്യാശയുള്ളവരുണ്ടല്ലോ ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, യാത്ര തീരാറായെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ?
ഒന്നും അനങ്ങുന്നില്ലല്ലോ. യാത്ര തീരാറാ എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ദുഃഖമാണെന്ന് തോന്നില്ല. ഞങ്ങളൊക്കെ രാത്രി യാത്രികരാ. ഇവിടെ നിന്ന് രാത്രി യാത്ര തിരിക്കുമ്പോൾ കൊല്ലമാകുമ്പോൾ എൻ്റെ മനസ്സ് പറയും ഇനി 1 മണിക്കൂർ കൂടെ. കായംകുളമാകുമ്പോൾ പറയും ഇനി 5 മിനിറ്റ് കൂടെ. വീടോടടുക്കും തോറും സന്തോഷം കൂടണം. യാത്ര തീരാറായെന്ന് കേൾക്കുമ്പോൾ നീ സന്തോഷിക്കണം. സന്തോഷത്തിന് കുറവാന്ന് തോന്നുന്നു. യാത്ര ക്ലേശകരമാണെങ്കിലേ യാത്ര തീരാറാകുമ്പോൾ സന്തോഷം ഉണ്ടാകുള്ളൂ. വീടോടടുക്കാറാകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. നമ്മുടെ നാട്ടിൻപുറത്ത് ചില ചെറുപ്പക്കാര് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കടത്തിണ്ണ ഇരിക്കുന്ന കാണാം. ബാർബർ ഷോപ്പിലൊക്കെ ഇരിക്കും, ഓടയിലൊക്കെ ഇരിക്കും. കടക്കാരൻ കടയടച്ചിട്ട് പോകാൻ തുടങ്ങിയാൽ അവൻ വീട്ടിൽ പോകത്തില്ല. കടക്കാരൻ പറയുള്ളൂ ഞാൻ കടയടയ്ക്കാൻ പോകുന്നു, നീ വീട്ടിൽ പോകുന്നില്ലയോ? അവൻ പറയും ഇച്ചിരി കൂടി ഇരിക്കേണ്ടത്. കാരണം അവന് വീട്ടിനേക്കാ സുഖം ഈ കടത്തിണ്ണയാ. പ്രൈസ് ദി ലോർഡ്. അപ്പം യാത്ര തീരാറായി, വീടോട് അടുക്കാറായി എന്ന് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമില്ല. എൻ്റെ അർത്ഥം അവിടെ ചെന്നിട്ട് കാര്യമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഇടയ്ക്ക് ദൂതായിട്ട് ഞാൻ പറയാം. നിന്റെ മോൻ, നിന്റെ മോൾ, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് വീട്ടിൽ നിറങ്ങിയാൽ എത്രയും പെട്ടെന്ന് മടങ്ങിയെത്താൻ കൊതിക്കുന്നൊരിടമായി നിന്റെ വീട് തീരണം. അതിനൊക്കെയാ സ്തോത്രം പറയേണ്ടത്. വേറെ ഇടമില്ലാഞ്ഞിട്ട് വന്നു കയറുന്നിടമല്ല, എത്രയും പെട്ടെന്ന് വന്നു കയറാൻ കൊതിക്കുന്നൊരിടമായി നമ്മുടെ വീട് തീരണം. അത്രവർക്ക് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏത് നിമിഷം സംഭവിക്കാം. തെസ്സലോനിക്ക ലേഖനം നമുക്കറിയാവുന്നതാണ്, നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്കൊന്നിച്ച് പറയാം. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞാട്ടെ. കർത്താവ് താൻ നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ ഇങ്ങനെയാണ് പറഞ്ഞത്. നാം ശബ്ദം ഉയർത്തി പറ. നാം ശങ്കര് കൈവച്ചോണ്ട് പറ. നാം ശക്തിയോടെ പറ. പിശാചി കേൾക്കട്ടെ. നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ കൈ ഉയർത്തി പറ. എടുക്കപ്പെടും. ശക്തി പോരാ. എടുക്കപ്പെടും. ശബ്ദത്തോടെ എടുക്കപ്പെടും. എടുക്കപ്പെടുമെന്ന്. എനിക്ക് ഇനി ഇങ്ങനെ പ്രസംഗിക്കാനൊക്കത്തില്ല, നിങ്ങൾക്ക് ഇനി അങ്ങനെ കേട്ടോണ്ടിരിക്കാനും ഒക്കില്ല. എടുക്കപ്പെടും. എല്ലാവരുടെ മുഖത്ത് നോക്കിയിരിക്കുന്നു. എടുക്കപ്പെടും. എന്തോ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ റാപ്പിയോ എന്ന പദത്തിൽ നിന്നാണ് റാപ്ചർ എന്ന പദം ഉണ്ടായത്. റാപ്പിയോ എന്ന വാക്കിന്റെ അർത്ഥം തട്ടിക്കൊണ്ടുപോകുക, റാഞ്ചിക്കൊണ്ടുപോകുക, ബലമായി പിടിച്ചെടുക്കുക എന്നൊക്കെയാണ്. അതിന്റെ ശരിയർത്ഥം തള്ളക്കോഴിയോടൊപ്പം തീറ്റ തിന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയൊപ്പം തീറ്റ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകൻ തന്റെ കഴുകൻ കണ്ടുകളുമായി കോഴിക്കുഞ്ഞിനെ നോക്കിയിട്ട് താഴോട്ട് വന്ന് കോഴി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ ഉപയോഗിക്കുന്ന പദമാണ് റാപ്പിയോ. അങ്ങനെയാണ് ഈ കൺവെൻഷന്റെ അവസാന രാത്രി ഞാൻ പറയാം. പിശാച് നോക്കി നിൽക്കുമ്പോൾ, അന്ധകാര സേനകൾ നോക്കി നിൽക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയെ നിന്നെ കർത്താവ് റാഞ്ചിക്കൊണ്ടുപോകും. ഒന്ന് പറ. റാഞ്ചിക്കൊണ്ടുപോകും. കൈയടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ. റാഞ്ചിക്കൊണ്ടുപോകും. റാഞ്ചും. റാഞ്ചിക്കൊണ്ടുപോകുന്നേ. ഹല്ലേലൂയ. എന്താ റാഞ്ചാൻ കാരണം പറയാം. ഒരു വീട്ടിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ, ഗുണപ്പെടാത്ത 9 പേർ, അങ്ങനെ ആളോ അനുവാദം. കാഹളനാദം കേൾക്കുമ്പം ഏതാണ്ട് മൂളൽ പോലെ അവർക്ക് തോന്നുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മൂളൽ പോലെ തോന്നിയാലും സ്തോത്രം, കാഹളം രക്ഷിക്കപ്പെട്ടവൻ തെളിവായി കാഹളനാദം കേൾക്കും. രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ മേളോട്ട് പറക്കാൻ തുടങ്ങുമ്പോൾ ഗുണപ്പെടാത്ത 9 എണ്ണവും അവനെ ഒന്നിച്ചു പിടിച്ചാലും അവനെ കയ്യിൽ കിട്ടില്ല. കാരണം കണ്ണിമയ്ക്കിടയിൽ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. ശക്തിയോടെ കർത്താവിനെ ശ്രദ്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ, കണ്ണിമയ്ക്കിടയിൽ രൂപാന്തരം പ്രാപിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ റാപ്ചർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. റാപ്ചർ
എങ്ങനെയാണെന്ന് പറയാം. പണ്ടത്തെ ഒരു ഉദാഹരണം, ഈ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഉദാഹരണം നല്ലത്. എൻ്റെ മുഖത്ത് നോക്കിയിരുന്നാട്ട്, മുട്ടുസൂചി ഉണ്ടാക്കുന്ന മുട്ടുസൂചി കമ്പനി മുട്ടുസൂചി എല്ലാം ഉണ്ടാക്കിയ ശേഷം ജോലിക്കാരെല്ലാം പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ചിതറിക്കിടക്കുന്ന മുട്ടുസൂചി സ്വീകരിക്കാൻ അവിടെ ചീഫ് സൂപ്പർവൈസർ ഒരു കാര്യം ചെയ്യും. പണ്ടത്തെ കമ്പനി അതെന്തായെന്നറിയാമോ? ഓരോന്ന് പെറുക്കിയെടുക്കാൻ കഴിയില്ല. ശക്തിയേറിയ ഒരു മാഗ്നറ്റിക് തണ്ടുമായി, ഒരു കാന്തവുമായി ഈ സൂപ്പർവൈസർ ആ ഹോളിലൂടെ വെറുതെ ഒന്ന് നടക്കും. അപ്പൊ ചെതറിക്കിടക്കുന്ന മുട്ടുസൂചിയെല്ലാം ടപ് 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 എന്ന് പറഞ്ഞ് മേളോട്ട് ചാടി 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 ഒരു പിടുത്തമാണ്. അപ്പോൾ തന്നെ ജോലിക്കാർ വലിച്ചിട്ടിട്ട് പോയ ബീഡിക്കുറ്റി കൊണ്ട് അവൻ അനങ്ങത്തില്ല, സിഗരറ്റ് കൊള്ളി അനങ്ങത്തില്ല, തീപ്പെട്ടിക്കൊള്ളി അനങ്ങത്തില്ല, തീപ്പെട്ടിക്കൂട് അനങ്ങത്തില്ല. കാന്തം വരുമ്പോൾ മുട്ടുസൂചി ചാടി പിടിക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്. ദൈവസഭയുടെ മാഗ്നറ്റിക് തണ്ടാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ആയാറിൽ വന്നുകൊണ്ട് യാഗം ചെയ്യുന്നതിനോട് നിയമം ചെയ്ത എന്റെ വൃദ്ധന്മാരെ എന്റെ അടുക്കൽ കൂടും എന്ന് പറയുന്ന മാത്രയിൽ ഹല്ലേലൂയ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ ഭൂമിയുടെ ഉരുത്താകണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കുതിച്ചുയരും. പ്രത്യാശയുള്ള ദൈവമക്കൾ ശക്തിയോടെ കൈകളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഓ ശബലറിയാന ഹസയാന ശംദലറിയാന ഹല്ലേലൂയ. അതെങ്ങനെയാ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇവിടുന്ന് മേലോട്ട് ഉയർന്ന ബഹിരാകാശ പേടകങ്ങളുടെ സ്പീഡ് 1 മണിക്കൂറിൽ 25,000 കിലോമീറ്റർ ആണ്. 1 മണിക്കൂറിൽ 25,000 കിലോമീറ്റർ. 1 മണിക്കൂർ 25,000 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ചന്ദ്രയാത്ര നടത്താനേ ഒക്കത്തുള്ളൂ. നക്ഷത്രഗോളത്തിൽ ചെല്ലാനൊക്കത്തില്ല. നക്ഷത്രഗോളത്തിൽ ചെല്ലണമെങ്കിൽ 1 മണിക്കൂറിൽ ശ്രദ്ധിച്ചിരിക്കണം 2 ലക്ഷം മൈൽ വേഗത്തിൽ പായുന്നൊരു വാഹനം കണ്ടുപിടിച്ച് ഒരു മനുഷ്യനെ അതിൽ വെച്ച് ഈ നക്ഷത്രഗോളത്തിലേക്ക് വിട്ടാൽ, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രം പ്രോക്സിമായാണെന്നിരിക്കട്ടെ, 1 മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗത്തിൽ പായുന്ന വേഗത്തിൽ പാടുന്ന വാഹനം സ്പേസ് ഷട്ടിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വാഹനം കണ്ടുപിടിച്ച് ഒരു മനുഷ്യനെ അതിൽ കയറ്റി നക്ഷത്രത്തിലേക്ക് വിട്ടാൽ അവൻ അവിടെ ചെല്ലാൻ എത്ര വർഷം എടുക്കും നിങ്ങൾക്കറിയാമോ? 14,000 വർഷമെടുക്കും. എത്ര വർഷമാ? ഉറക്കെന്ന് പറയുന്നേ. ആരവിടെ എത്തുവപ്പാ? എന്നാൽ ദൈവം തന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പർദീസയുടെ കവാടം പ്രോക്സിമായിക്കടുത്തല്ല, 1000 ഗാനഗോളങ്ങൾക്കപ്പുറമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 1000 ഗാനഗോളങ്ങളെ താണ്ടി ദൈവത്തിന്റെ സഭ എവിടെ എത്താൻ എത്ര വർഷം എടുക്കും? ഞാനൊന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഇല്ലെന്നോ അല്ലെന്നോ എന്ന് പറയണം. 14,000 വർഷം എടുക്കുമോ? ഉറക്കപ്പറ ഇല്ലെന്ന്. 14 വർഷം എടുക്കുമോ? ഉറക്കപ്പറ എത്തുമോ? 14 ദിവസം എടുക്കുമോ? 14 മിനിറ്റ് എടുക്കുമോ? 14 സെക്കൻഡ് എടുക്കുമോ? ഇല്ല 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 ഇല്ല. കണ്ണിമേക്കടയിൽ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. ഓ ശക്തിയോടെ കർത്താവിനെ സൂചിച്ചാട് ദൈവഭജനേ കൂടാഭാ ശബ്ദലറിയ കണ്ണിമേക്കടയിൽ രൂപാന്തരം പ്രാപിക്കും. കണ്ണിമേക്കടയിൽ കൈയടിച്ച് ദൈവത്തെ സൂചിച്ചാട് ശക്തിയോടെ. മരിച്ചവിടയിൽ നിന്നെൽപ്പിച്ച അവന്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്യതയുള്ള ശരീരത്തോടെ അനുരൂപപ്പെടുത്തും. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയുവാൻ കഴിയും? ഞാൻ ഈ വിഷയം പ്രസംഗിക്കുമ്പോൾ പലയിടത്തും പറയാറുണ്ട്, ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഹോളിലുള്ള ദൈവമക്കൾ ശക്തിയോട് ആത്മനിറവിൽ ഇങ്ങനെ ചാടുന്ന കാണാം. മേളോട്ട് ദൈവമക്കൾ ഈ അഭിഷേകം പ്രാപിച്ച ദൈവവൈതൽ ഇങ്ങനെ മേളോട്ടും താഴോട്ടും ചാടിക്കൊണ്ടിരിക്കുക. എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക. അതെന്താ നമ്മളിങ്ങനെ ചാടാൻ കാരണം പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള റോക്കറ്റിനെ തമ്പുരാൻ നമ്മുടെ അകത്ത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതിനാലല്ലോ വീണ്ടെടുപ്പിൻ താണിലായി മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ റോക്കറ്റ് നമ്മുടെ അകത്തുണ്ട്, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാനുള്ളത്. ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ അഭിഷക്തന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ ഈ റോക്കറ്റിന് തീ പിടിക്കുകയാണ്. ഈ റോക്കറ്റ് അകത്തുനിന്ന് കുതിക്കുക. എന്നെ വിട ഞാൻ പോകട്ടെ. ഇത് മേളോട്ട് കുതിക്കുക. എന്നെ വിട ഞാൻ പോകട്ടെ. ഇത് മേളോട്ട് കുതിക്കുമ്പോൾ ജഡം താഴേക്ക് പിടിച്ചിടുക. ഇവിടെ കട. എന്നാൽ ഈ കൺവെൻഷന്റെ അവസാന രാത്രി ഞാൻ പറയുന്നു, ഒരിക്കൽ നമ്മൾ ജഡത്തെ വെല്ലുവിളിക്കും. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ നമ്മൾ വെല്ലുവിളിക്കും. നാം പറന്നുയരും. എത്രവർക്ക് പ്രത്യാശയുണ്ട്? ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്. നാം പറന്നുയരും. എത്രവർക്ക് ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും? പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷേ ഈ കൺവെൻഷൻ അവസാനിക്കും മുമ്പ് കാഹളം ധ്വനിക്കാം.
അല്ല യോഗം കഴിഞ്ഞു പോകുമ്പോഴായിരിക്കാം കാഹളം ധ്വനിക്കുന്നത്. ഏത് നിമിഷം കാഹളം ധ്വനിച്ചാലും കാഹളനാദം കേൾക്കാൻ നാം റെഡിയായിരിക്കണം. എത്രവർക്ക് പ്രത്യാശയോടെ സ്തോത്രം പറയുവാൻ കഴിയും. ഈ യോഗം കഴിഞ്ഞു പോകുന്ന പോക്കിലാണ് കർത്താവിൻ്റെ വരവിൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ പറയാം. ഇവിടെ വന്നിരിക്കുന്ന 90% ആളുകൾ വാഹനത്തിൽ വന്നവരാണ്, കാറിൽ ഒക്കെ വന്നവരാണ്. പോകുന്ന പോക്കിൽ ആ കാഹളം ധ്വനിക്കുന്നതെങ്കിൽ സ്തോത്രം, നമ്മളെല്ലാം കാർ ഇട്ടിട്ട് അങ്ങ് പോകും. കാറും കൊണ്ട് പോവും. കാഹളം ധ്വനിക്കുന്ന രാത്രി രക്ഷിക്കപ്പെടാത്തവർക്ക് ഇഷ്ടം പോലെ കാറും ബൈക്കും ഒക്കെ കിട്ടും. പക്ഷെ നമ്മളാരും കാർ നിർത്തിയിട്ടല്ല പോകുന്നത്. 70 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ആക്സിഡന്റിൽ കാലെടുക്കും, സ്റ്റീറിംഗിൽ നിന്ന് കൈയെടുക്കും, ഒരൊറ്റ പോക്കാം മേളോട്ടങ്ങ്. കാറ് കിട്ടിയാലും പഞ്ചറായി കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ഗുണപ്പെടാത്തവന്റെ ചിന്തയൊന്നും വിശേഷം കഴിച്ചു. കാർ ഓടിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവവേദൽ കാറിൽ ധനിക്കുമ്പോൾ മേളോട്ട് പോകും. ഗുണപ്പെടാത്തവൻ കറങ്ങി കറങ്ങി തോട്ടി കിടക്കില്ലേ. രണ്ടുപേരും സ്കൂട്ടറിൽ ഇരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെടാത്ത ഭാര്യ പുറകെ ഇരിക്കുന്നത്. എത്ര കേട്ടിട്ടും ഗുണപ്പെടാത്ത ഒരാൾ പുറകെ ഇരിക്കുക. കാകളം ധനിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട അച്ചായ മേളം ഷൂ എന്നും പറഞ്ഞ് പറക്കും. ഈ അമ്മാമ്മ ഷൂ എന്നും പറഞ്ഞ് അങ്ങോട്ട് കിടക്കുന്ന ഇല്ലേ എന്ന് ചിന്തിച്ച് നോക്കണം. രണ്ടുപേർ വയലിരിക്കും. അല്ലേ കർത്താവ് പറഞ്ഞത് സ്തോത്രം. അത് കാകളം ഇന്ന് രാത്രി ധനിച്ചാൽ സംഭവിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഈ രാത്രി കാകളം എന്ന് വെച്ചാൽ സംഭവിക്കുന്ന ഇത്രയൊക്കെ ഉള്ളൂ. ട്രെയിൻ ഓടിക്കുന്ന അനേക രക്ഷിക്കപ്പെട്ട ദൈവമക്കളുണ്ട്. കാകളം ധനിക്കുമ്പോൾ അടുത്ത സ്റ്റേഷൻ ട്രെയിൻ കൊണ്ടിട്ട് വരാമെന്നവർ പറയില്ല. അവർ മേലോട്ടങ്ങ് പോകും. ട്രെയിനുകൾ ആക്സിഡന്റിൽ പെടും. പ്ലെയിൻ പറത്തുന്ന അനേക രക്ഷിക്കപ്പെട്ട പൈലറ്റുമാരുണ്ട്. കർത്താവ് അടുത്ത സ്റ്റേഷനിൽ കൊണ്ട് ഈ പ്ലെയിൻ ഇട്ടിട്ട് വരാമെന്ന് പറയില്ല. അവർക്ക് നല്ല സൗകര്യം അവിടുന്ന് അങ്ങോട്ടങ്ങ് പോകാൻ. പക്ഷെ അവരവിടുന്ന് പോയാലും നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മൾ ഒന്നിച്ച് അവിടെ ചെല്ലത്തുള്ളൂ. അതാണ് തമ്പുരാന്റെ അഡ്ജസ്റ്റ്മെന്റ്. പണ്ടത്തെ വലിയ വിമാന കമ്പനി പാൻ അമേരിക്കൻ കമ്പനിയായിരുന്നു. പാൻ അമേരിക്കൻ കമ്പനി. പാൻ അമേരിക്കൻ കമ്പനിയിലെ വലിയ ഒഫീഷ്യൽസ് ആരാണ്ട് വെളിവുള്ളവൻ വേദപുസ്തകം വായിച്ചപ്പോൾ റാപ്ചർ എന്ന പദം കണ്ടു. റാപ്ചർ അതായത് കണ്ണടച്ച് തുറക്കുമ്പോൾ ചില ആളുകളെ കാണാതാവും. ഈ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കറിയാം, ചില കാറിൻ്റെയൊക്കെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഏത് നിമിഷവും അപ്രത്യക്ഷനാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു വേണം എൻ്റെ പുറകിന് വരാനെന്ന്. ഇങ്ങനൊക്കെ എഴുതി വെച്ചുകൊണ്ട് നടന്നോണം, നമ്മൾ പറക്കുമെന്ന്. അവിടെ ഈ കറങ്ങാതിരുന്നാൽ മതി, പറക്കാൻ റെഡി ആയിക്കോണം. പ്രൈസ് ലോർഡ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? പണ്ട് കർത്താവിൻ്റെ വരവൊക്കെ പ്രസംഗിക്കുമ്പോഴേ നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ സ്പ്രിങ്ങ് നിൽക്കുകയായിരുന്നു അല്ലേ. പണ്ട് പെന്തക്കോസുകാരുടെ പാട്ട് എന്തായിരുന്നു പാട്ട് നിങ്ങൾക്കറിയാമോ? ഒരു പെന്തക്കോസ് കുടുംബത്തിൽ കൃപയാൽ ജനിച്ചു വളർത്തപ്പെടാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് പ്രസംഗിക്കാതെ നമ്മുടെ യോഗം തീരില്ലായിരുന്നു. ഇന്നിപ്പം 7 ദിവസം 48 പേരൊക്കെ പ്രസംഗിക്ക് നടക്കുകയുണ്ട്. പക്ഷെ ഒരാൾ പോലും യേശുവിൻ്റെ വരവിനെ കുറിച്ച് മിണ്ടത്തില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലേ? എൻ്റെ ചിന്ത പ്രസംഗിച്ച് ഇപ്പം പ്രാസംഗികന് തന്നെ ശംശയം അയക്കുക കർത്താവ് വരുമോന്ന്. വന്നാൽ പോകുന്ന അയക്ക് ഉറപ്പില്ല അല്ലേ. നമ്മുടെ പാട്ട് പിണ്ടെന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? നമ്മുടെ പാട്ട് എന്തായിരുന്നു? ഏത് യോഗത്തിന് വന്നാലും എന്നു വരും, എപ്പോൾ വരും, പോയതുപോ എൻ മണവാളനെ, പിന്നെ മൽപ്രിയേനെ ഇതരയിൽ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടേട്, പിന്നെ കത്തുകത്തേകനായി നിൻ വരവോർത്തു ഞാൻ നാളത്ര നീക്കിയേൻ യേശുദേവാ, പിന്നെ കന്തനെ കാണുവാൻ അതിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലോ. പ്രത്യാശയുണ്ട്. വഴിയമ്പലത്തിൽ വഴിയാധാരി ജീവിയായി കിടന്നവനെ നല്ല ശമരിയക്കാരൻ രക്ഷപ്പെടുത്തി. വഴിയമ്പലത്തിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, ഞാൻ മടങ്ങി വരും. അവൻ പോഷ്ക് പറയാത്തവനാ. ഞാൻ ചവിട്ട് നിൽക്കുന്ന ഭൂമി മാറിയാലും ആകാശം മാറിയാലും എന്നോട് വാക്ക് പറഞ്ഞവൻ മാറില്ല. അവൻ മടങ്ങി വരും. കരം അടിച്ചുകൊണ്ട് പറ, അവൻ മടങ്ങി വരും. കൈയടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, എന്റെ കർത്താവ് മടങ്ങി വരും. മടങ്ങി വരും. ശക്തിയോടെ കൈയടിച്ചു പറ, എന്റെ കർത്താവ് മടങ്ങി വരും. നീ റെഡിയാണോ? നമ്മുടെ മുമ്പിൽ സമയം വളരെ ചുരുക്കമാണല്ലോ. ഈ അടുത്ത കാലത്ത് കർത്താവ് എനിക്ക് നൽകിയ വളരെ ശക്തമായ ഒരു ആശയം ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ്. ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഈസ് ദ ടൈം.
സമയമെടുത്തു. നാമും നമ്മുടെ പിതാക്കന്മാർ കാത്തിരുന്ന നല്ല നാടിനോട് നമ്മൾ അടുത്തു, നല്ല വീടിനോട് നമ്മൾ അടുത്തു. പ്രാണപ്രിയന്റെ മുഖം നമ്മൾ കാണാറായി. നമ്മൾ യാത്രയാക്കി നമ്മുടെ പ്രിയരായവരെ നമ്മൾ കാണാറായി. എത്ര പേർക്ക് പ്രത്യാശയോട് സ്തോത്രം പറയാൻ കഴിയും? നാം എന്ത് ചെയ്യണം, ചെയ്യാതിരിക്കണം? 20 കാര്യങ്ങൾ കർത്താവിനെ പഠിപ്പിച്ചു. ബൈബിളിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൽ അതിപ്രധാനമായ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. യേശു മടങ്ങി വരാറായി. 1, ആവർത്തന പുസ്തകം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം. നാം ഇന്ന് ഇവിടെ ഓരോരുത്തൻ താന്താന് ബോധിച്ച പ്രകാരമൊക്കെ നാം ഇവിടെ ഓരോരുത്തൻ താന്താന് ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ, കാരണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നാം ഇതുവരെ എത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അമേരിക്കയല്ല നമ്മുടെ സ്വസ്ഥതയുടെ നാട്, ഇംഗ്ലണ്ട് അല്ല, ഇറ്റലി അല്ല, ജർമ്മനി അല്ല. നമ്മുടെ സ്വസ്ഥതയുടെ നാട് അങ്ങേക്കരയാണ്. നാം ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. നമ്മുടെ എത്താൻ പോകുക. അത്രവർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തരും ചെയ്ത പോലെ നീയും ഞാനും ചെയ്യരുത്. നമ്മൾ ഇതുവരെ വാഗ്ദത്ത നാടിലെത്തിയിട്ടില്ല. സ്തോത്രം. 2 ഇബ്രായലേഖനം 12-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ വായിച്ചാൽ പൗലോസ് പറയുന്ന, ഒരു ഊണിനെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിന് തുല്യരായി നമ്മൾ മാറരുത്. നിസാരമായതിനു വേണ്ടി, താൽക്കാലികമായതിനു വേണ്ടി നിത്യമായി നാം ത്യജിക്കരുത്. പ്രൈസ് ദി ലോർഡ്. 3, പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം, സർപ്പം ഹവ്വായെ വായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നാം വഷളായി പോകരുത്. ഉപായത്താൽ ചതിക്കപ്പെടരുത്. ഈ ഹാളിൽ വന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, വചനവിശുദ്ധിയിൽ ആരാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവാത്മാവിൽ ഞങ്ങളോട് പറയുന്നു, രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഓർബിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സാത്താൻ നിങ്ങളെ വഞ്ചിക്കരുത്. എത്രവർക്ക് ശക്തിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ കഴിയും? വാതുറന്ന് കൈ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ഞാൻ കൂടെ പറയാറുണ്ട്, കരയേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ഉപവസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ പ്രാർത്ഥിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ അഭിഷേകത്തിന് നിറവ് ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ സ്നാനം ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. യേശു കരഞ്ഞെങ്കിൽ നീ എത്രയധികമായി കരയണം. യേശു പ്രാർത്ഥിച്ചെങ്കിൽ നീ എത്രയധികമായി പ്രാർത്ഥിക്കണം. യേശു ഉപവസിച്ചെങ്കിൽ നീ എത്രയധികമായി ഉപവസിക്കണം. യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീല വിട്ടു മടങ്ങി. യേശുവിന് ആത്മാവിന്റെ ശക്തി ആവശ്യമായിരുന്നെങ്കിൽ നിനക്കും എനിക്കും എത്രയധികം ആത്മാവിന്റെ ശക്തി ആവശ്യമാണ്. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ ഭാവിയായിട്ടല്ല നീയും ഞാനും അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കർത്താവ് കാണിക്കുകയായിരുന്നു. എത്രവർക്ക് ശക്തിയോട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? വായത്താൽ ചതിക്കപ്പെടരുത്. അടുത്തത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. അത് വലിയ മർമ്മമാ. എന്താ ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളാൻ പറഞ്ഞത്? അതൊരു മുന്നറിയിപ്പാ. മിസ്റ്റർ ലോത്തിന്റെ വീട്ടിൽ താമസം മിസ്സിസ് ലോത്ത് ഭക്തയായി അഭിനയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കുടിയൊഴിപ്പിക്കാനുള്ള കാഹളനാദം മുഴങ്ങിയപ്പോൾ ആരാരെന്ന് ബോധ്യമായത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ വരവിൽ ഭാര്യമാരെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭർത്താക്കന്മാരെയും ഭർത്താക്കന്മാരെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭാര്യമാരുടെയും അപ്പനെയും അമ്മയും കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന മക്കളുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും കാഹളനാദത്തിങ്കൽ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു അഭിനയമല്ല, യഥാർത്ഥ അനുഭവമാണ് നിനക്ക് ആവശ്യം. കാഹളനാദം കേട്ടാൽ നീ ഇവിടെ നിൽക്കാൻ പാടില്ല. കാഹളനാദം തെളിവായി നീ കേൾക്കണം. നീ പറക്കാൻ റെഡിയായിരിക്കണം. എത്രവർക്ക് കൈ ഉയർത്തിയ ശക്തിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ കഴിയും? ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കാം. അത് സ്തോത്രം, പുസ്തകം 35-ാം അധ്യായം 16 വാക്യങ്ങൾ വായിച്ചാൽ, ബേലഹേം എഫ്രാത്തിലെത്തുവാൻ അല്പസമയം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. അവൾ അവിടെ വെച്ച് മരിക്കുന്നു. അല്പദൂരം മാത്രമുള്ളപ്പോൾ, വീടോടടുത്തിട്ടും അവൾ വീട്ടിലെത്തിയില്ല. വീടോടടുത്തിട്ടും വീട്ടിൽ എത്തിയില്ല എന്ന് വരരുത്. നാം നമ്മുടെ പിതാക്കന്മാരെ കാത്തിരുന്ന നല്ല നാടിനോട് നമ്മൾ സമീപിക്കുന്നു, നല്ല വീടിനോട് നമ്മൾ സമീപിക്കുന്നു. പക്ഷെ വീടോടടുത്തിട്ടും
നമ്മൾ വീട്ടിലെത്തിയില്ല എന്ന് വരരുത്. എത്രവർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ. ഒരു വാക്യം വായിച്ചിട്ട് നമ്മൾ പുസ്തകം അടയ്ക്കാം. മലാക്കി പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം. മലാക്കി പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചിട്ട് മലാക്കി 3:1 വേഗത്തിൽ. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് Yes. ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. അടുത്തത്, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത്, എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനായവൻ പെട്ടെന്ന് കർത്താവിന്റെ വചനം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അവന്റെ വരവ് പെട്ടെന്നായിരിക്കും. അടുത്ത പദം, എന്നാൽ അവൻ വരും ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? നിലനിൽപ്പാണ് പ്രധാനം. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചതാണ് പ്രിയപ്പെട്ടവരെ. നിലനിൽപ്പാണ് പ്രധാനം. ക്രിസ്ത്യാനിയായി രക്തസാക്ഷിയായി മരിക്കാൻ നിങ്ങൾക്കും എനിക്കും ഒരുപക്ഷെ എളുപ്പം കഴിഞ്ഞെന്ന് വരാം. പക്ഷെ ജീവിച്ച് അവസാനിക്കുക പ്രധാനമുള്ള പ്രയാസമുള്ള കാര്യമാണ്. ഈ പദം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? ഇംഗ്ലണ്ടിൽ നിന്ന് വളരെ അകലെ കിടന്നൊരു ദ്വീപാണ് ഫോക്ലാൻഡ് ദ്വീപ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അർജന്റീനയും ബ്രിട്ടനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി ഫോക്ലാൻഡ് ദ്വീപിന് വേണ്ടി. അനേക ഭടന്മാർ മുറിവേറ്റു മരിച്ചു. അവസാനം ഇംഗ്ലണ്ട് ആ യുദ്ധത്തിൽ ജയിച്ചു. ജയശീലതായി മടങ്ങി വരുന്ന ഭടന്മാരെ സ്വീകരിപ്പാൻ ഇംഗ്ലണ്ട് തോംസ് നദീരത്ത് വലിയൊരു സ്വീകരണ സമ്മേളനം ഒരുക്കി. ദൂരവേ കപ്പൽ കണ്ടപ്പോൾ തന്നെ കരയിൽ നിന്ന് ആളുകൾ കൈലേസുകളെടുത്ത് വീശുവാൻ തുടങ്ങി. കപ്പൽ തീരത്തെടുത്തപ്പോൾ ദീർഘനാൾ കാണാതിരുന്ന പ്രിയപ്പെട്ടവരെ കണ്ട് ചുംബിച്ച് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയാണ്. ആ അവസരം യൗവനയുക്തിയായ ഒരു സഹോദരി തന്റെ 3 വയസ്സും 5 വയസ്സും പ്രായമായ കുഞ്ഞുങ്ങളെ 2 കരത്തിൽ പിടിച്ച് കൈലേസ് കൊണ്ട് കണ്ണുനിരപ്പി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ പോയി മുറിവേറ്റ് മരിച്ചുപോയൊരു ഭടന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി നിന്നത്. BBC-ക്ക് വേണ്ടി രംഗമെല്ലാം ഒരു ക്യാമറമാൻ ഇങ്ങനെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. ഈ കുഞ്ഞിൻ്റെ നേരെ ക്യാമറ ഫോക്കസ് ചെയ്ത് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ മൈക്രോഫോൺ എടുത്തിട്ട് ഈ ക്യാമറമാൻ ചോദിച്ചു, മോനെ നിനക്ക് രാഷ്ട്രത്തോടെ എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ ആ മൈക്രോഫോൺ വാങ്ങി ഇങ്ങനെ പറഞ്ഞു, ഐ വിഷ് മൈ ഡാഡി വിത്ത് ദിസ് ഗ്രൂപ്പ്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ കൂട്ടത്തിൽ എൻ്റെ ഡാഡിയും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഒരു യുദ്ധമുന്നണിയിലാണ്. നാം ഇങ്ങേ തീരം വിടും, നാം അങ്ങേ തീരത്ത് ചെല്ലും. നമുക്ക് മുമ്പേ ഇവിടുന്ന് നിത്യത്തിലെത്തി നമ്മുടെ വിശുദ്ധ സംഘം നമ്മെ കാത്തവിടെ നിൽക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ കാത്തു നിൽക്കുന്നു. നാം അവിടെ ചെല്ലാതിരിക്കരുത്. നാം അവിടെ ചെല്ലാതിരിക്കരുത്. ഈ കൺവെൻഷൻ്റെ അവസര രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം നിത്യതയിലെത്താതിരിക്കരുത്. നാം കാഹളനാദം കേൾക്കാതെ പോകരുത്. കർത്താവിൻ്റെ വരവിൽ നാം കൈവിടപ്പെട്ടു പോകരുത്. അതിനെന്ത് വലിച്ചെറിയാൻ കർത്താവ് നമ്മോട് പറയുന്നോ അത് വലിച്ചെറിയാൻ ഇന്ന് രാത്രി നാം തയ്യാറാകണം. എന്ത് ഏറ്റെടുക്കാൻ കർത്താവ് പറയുന്നു ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഇന്ന് രാത്രി ആ കര ഉയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ചാട് ശക്തിയോ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടിൻ്റെ അടി. ആരും ദയവായി ഹോള് വിട്ടു പോകരുത്. ദൈവശക്തി രാത്രി ഇവിടെ വ്യാപരിക്കും. ദൈവകരം നമ്മെ തൊടും. കർത്താവ് നമ്മെ സൗഖ്യമാക്കും. കർത്താവ് വിടുവിച്ച് നമ്മളെ അയക്കും. എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു അവസാനം പറയാൻ കഴിയാത്തതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും 5 മണിക്ക് പവർ വിഷൻ TV-യിൽ വിടുതലിൻ സന്ദേശം എന്നൊരു സന്ദേശം നൽകുന്നുണ്ട്. നിങ്ങൾ ദയവായി കേൾക്കണം. എല്ലാ ഞായറാഴ്ചയും 5 മണിക്ക് പവർ വിഷനിൽ അനേക ആളുകളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നു എന്നെനിക്ക് വിശ്വാസമുണ്ട്. കർത്താവ് എൻ്റെ കരം നമ്മെ തൊടുന്നു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. ഈ രാത്രി കർത്താവ് നിങ്ങളെ വെറുതെ അയക്കില്ല. കർത്താവ് വിടുവിച്ച് അയക്കാൻ പോകുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടിൻ്റെ അടി ഞാൻ പാടാൻ പോകുകയാണ്. തുടർന്ന് ഗായസംഘം അറിയാമെങ്കിൽ നിങ്ങൾ ആ പാട്ട് പിന്നെ പാടണം. ആ പാട്ടിങ്ങനെയാണ്. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാൻ. ഇങ്ങോട്ട് നോക്കിയാട്ട്. കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി വിളിച്ചിടുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കടുത്താണ് എയർപോർട്ട്. എയർപോർട്ടിൽ ചെന്നാൽ അനേക കണ്ണുനീരുകൾ കാണാം. വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അല്പസമയം യാത്രയാക്കുന്ന ആളുകളൊക്കെ കരഞ്ഞുകൊണ്ടാണ് ആളുകളെ യാത്രയാക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വീകരിക്കാൻ നിൽക്കുന്നവരും കരയുന്നത് അല്ലേ. 2 വർഷമായി 3 വർഷമായി കാണുന്ന മോനെ മോളെ കാണുമ്പോൾ കണ്ണു നിറയും. അത് ആളിനെ കണ്ടതിന്റെ സങ്കടം കൊണ്ടല്ല. ആ കണ്ണുനീരിന്റെ പേരാണ് ആനന്ദത്തിന്റെ കണ്ണുനീർ.
2 വർഷം കാണാതിരുന്ന നിന്റെ മോനെ മോളെ കാണുമ്പോൾ നിന്റെ കണ്ണ് നിറയുമെങ്കിൽ 10 വർഷം മുമ്പ് നീ യാത്രയാക്കിയ നിന്റെ പപ്പയെ, 20 വർഷം മുമ്പ് നീ യാത്രയാക്കിയ നിന്റെ മമ്മിയെ, 5 വർഷം മുമ്പ് നീ യാത്രയാക്കിയ നിന്റെ മോനെ മോളെ കാണുമ്പോൾ എത്ര വലിയ സന്തോഷമായി. ഓ, സ്തോത്രം പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന മമ്മിമാരോട് ചോദിച്ചേ, ഒരു 4 ആഴ്ച കുഞ്ഞിനെ കാണാതിരുന്നിട്ട് കുഞ്ഞിനെ കാണുമ്പോൾ എന്തോ സന്തോഷമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം പറയുന്നു, ദൈവം താൻ അവിടെ ദൈവമായിരിക്കും, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കും. എനിക്ക് മനസ്സിലാകത്തൊരു കാര്യമാണ് ഈ കണ്ണുനീര് തുടപ്പ്. തിടുതി വെക്കല്ലേ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ട് പോകണം. ഇതിനാണ് ഞാൻ ചോദിച്ചു, കർത്താവേ, സ്വർഗത്തിൽ എന്താ കണ്ണുനീര്? സ്വർഗത്തിലെ കണ്ണുനീര് എന്താന്ന് ഞാൻ പറയാം. ഒരു ദൈവപൈതൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ മുഖാമുഖം കാണുമ്പോൾ, പാട്ട് ദിവസം താഴോട്ട് എന്റെ മുഖത്തോട് ഇങ്ങോട്ട് വന്നി, ഒരു ദൈവപൈതൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ മുഖാമുഖം കാണുമ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിൽ ചെല്ലുന്ന ഓരോ ദൈവപൈതലിനെയും ചുംബിച്ച് ചെയ്ത് സ്വീകരിക്കും. യേശു കർത്താവിന്റെ മാർവിൽ ഒരു ദൈവപൈതൽ അമർന്നിരിക്കുമ്പോൾ, ക്രൂശിക്കപ്പെട്ടവനെ മുഖാമുഖം കാണുമ്പോൾ, യേശുവിനൊരു വാക്ക് പറയുവാൻ കഴിയാതെ അവന്റെ നെഞ്ചിൽ അമർന്നിരിക്കുന്ന ദൈവകുഞ്ഞിന്റെ കണ്ണ് ആനന്ദത്താൽ നിറയും. അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു മാർവോട് ചേർത്ത് ഇങ്ങോട്ട് നോക്ക്, ദേ ഇങ്ങനെ കൈ കൊണ്ട് തുടയ്ക്കും. ഈ കുഞ്ഞിന്റെ കണ്ണ് നിറയുന്നു. യേശു ഇങ്ങനെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ വേദശാസ്ത്രികൾ പറയുന്നത്, കണ്ണുനീർ വരുന്ന ഒരു കണ്ണുനീർ ഗ്രന്ഥിയുണ്ട്. യേശു ആ ഗ്രന്ഥി തുടച്ചങ്ങ് മാറ്റും. ഹല്ലേലൂയ! ഇനി കണ്ണുനീരില്ല, ഇനി ദിനവിളിയില്ല. ആ കൈയാട്ടി ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ. ഞാൻ ഈ രംഗങ്ങൾ പാടുന്നത് ഈ രംഗം കണ്ടുകൊണ്ടാണ്. ദയവായി എന്നെ ശ്രദ്ധിക്കൂ. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാനാ, കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാനാ. കാത്തുപാർത്തു നിൽക്കുന്നു പ്രിയരെ. ഞാൻ ഈ രംഗം കണ്ടുകൊണ്ട് പാടുന്നയാളാണ്. എൻ്റെ 7-ാമത്തെ വയസ്സിലാണ് എൻ്റെ പെപ്പയെ ഞാൻ യാത്രയാക്കിയത്. ഈ പാട്ട് പാടുമ്പോഴൊക്കെ എൻ്റെ പ്രതീക്ഷിച്ച എൻ്റെ കർത്താവിനോടൊപ്പം അക്കരെ നാട്ടിൽ നിൽക്കുന്ന എൻ്റെ പപ്പയുടെ മുഖം എനിക്ക് ഓർമ്മ വരും. ഞാൻ വിദേശ രാജ്യത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ മമ്മി എന്നോട് യാത്ര ചോദിക്കാതെ നിത്യത്തിലേക്ക് പറന്നുപോയത്. ഈ പാട്ട് പാടുമ്പോഴൊക്കെയും അക്കരെ നാട്ടിൽ എൻ്റെ പ്രിയ കർത്താവിനോടൊപ്പം എന്നെ കാത്തു നിൽക്കുന്ന എൻ്റെ മമ്മിയുടെ മുഖം എനിക്ക് ഓർമ്മ വരും. ഞാനൊരു സഭാ ശുശ്രൂഷകൻ കൂടെയാണ്. ഞാൻ സഭാ ശുശ്രൂഷ ചെയ്യുന്ന സഭയിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ 4 കുഞ്ഞുങ്ങളുടെ ഒരു പിതാവ് പാട്ടുപാടുവാൻ എഴുന്നേറ്റ് നിന്നു. ഒരു പ്രത്യാശഗാനം അദ്ദേഹം പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം താഴോട്ട് മറിയുന്നതായി തോന്നി. കർത്താവിനോട് പറഞ്ഞു, മോനെ കൈ നീട്ടിക്കൊള്ളാൻ പറഞ്ഞു, കൈ നീട്ടി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൈ നീട്ടിയപ്പോൾ ആ പ്രിയ പിതാവിന്റെ കയ്യിലോട്ട് വീണു. ആ സഭായ മധ്യത്തിൽ ഈ കയ്യിൽ നിന്ന് അദ്ദേഹം പർദീസിലേക്ക് പറന്നു. ഈ പാട്ട് പാടുമ്പോഴൊക്കെയും എൻ്റെ കയ്യിൽ നിന്ന് നിത്യത്തിലേക്ക് പറന്നുപോയ ദൈവദാസനെ ഞാൻ ഓർക്കും. പോയി വരിക എന്ന് പറഞ്ഞ് 100 കണക്കിന് ആളുകളെ ഞങ്ങൾ യാത്രയാക്കിയിട്ടുണ്ട്. അവരെല്ലാം അക്കരെ നാട്ടിൽ നമ്മെ പ്രതീക്ഷിച്ച് കർത്താവിനോടൊപ്പം നിൽക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് കയറേണ്ടത് ഇതാണ്. കുഞ്ഞേ, സഹോദരാ, സഹോദരി, നീ അവിടെ ചെല്ലാതിരിക്കരുത്. എനിക്ക് നിന്നോട് പറയാനുള്ള ദൂതതാ, ഈ മണ്ണിന് വേണ്ടി നീ മാണിക്യം വെടിയരുത്. താൽക്കാലികമായ വചനത്തിന് വേണ്ടിയല്ല നീ യേശുവിനെ പിൻപറ്റുന്നത്. നീയും ഞാനും യേശുവിനെ പിൻപറ്റുന്നത് നിത്യതയ്ക്ക് വേണ്ടിയായി. തലകറക്കം മാറാനും നടുവേദന മാറാനും ജോലി കിട്ടാനും വിസ കിട്ടാനും അല്ല നീ യേശുവിനെ പിൻപറ്റിയത്. നീ യേശുവിനെ പിൻപറ്റിയത് നിത്യതയ്ക്ക് വേണ്ടിയായി. എത്രവർക്ക് കണ്ണുകളടയ്ക്കാം, എല്ലാ കണ്ണുകളടയട്ടെ. എനിക്ക് എൻ്റെ പ്രാണപ്രിയന്റെ മുഖം കാണണം. കാഹളനാദം ധ്വനിക്കുമ്പോൾ എനിക്ക് പറന്നു പോകണം. എനിക്ക് എൻ്റെ പ്രിയന്റെ നാട്ടിലെത്തണം. എനിക്ക് യേശുവിന്റെ പൊന്മുഖം കാണണം. അതിനായി എന്ത് വലിച്ചെറിയാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞാലും ഞാൻ തയ്യാറാ. എന്ത് ഏറ്റെടുക്കാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാ.
എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സമർപ്പിക്കുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ എൻ്റെ യേശുവിനോടൊപ്പം പോകണം, എനിക്ക് അതിനായി ഏൽപ്പിക്കുന്നു എന്ന് ആഴമേറിയ സമർപ്പണം എടുക്കുന്നവർ മാത്രം കൈകൾ ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അനുഗ്രഹിതായ സമയത്തായ ദൈവത്തെ സ്തുതിക്കുന്ന കൈകൾ നന്നായി ഉയർത്തിപ്പിടിക്കൂ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ വരവിൽ എടുത്തപ്പെടുവാൻ പൂർണ്ണവിശുദ്ധിയോടെ കാത്തിരിപ്പാൻ സമർപ്പിക്കുന്ന മക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സകല ബുദ്ധിയും ദൈവസമാധാനത്താൽ ഇപ്പോൾ അവിടെ ഹൃദയം നിറയപ്പെടട്ടെ. നിന്റെ വരവിൽ ഞങ്ങൾ കൈവിടപ്പെടരുത്. ഞങ്ങൾ അങ്ങ് എതിരേൽപ്പാൻ കാണണം കർത്താവേ. നീ അവരെ അനുഗ്രഹിക്കുന്ന ഓർത്ത സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ താഴ്ത്തിയിടാം. കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്ന ആരെന്ന് ഞാൻ പറഞ്ഞു. നാം അവനോട് മരിച്ചു എങ്കിൽ അവരുടെ വാഴും. ഈ ഹാളിൽ വന്ന് 90% ആളുകൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഈ ഹാളിലുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങൾ തീരുമാനമെടുത്ത് പോകണം. 2014 വേണ്ടി പ്ലാനും പദ്ധതിയും തയ്യാറാക്കി പലർക്കും 2013 അവസാനം പോലും കാണാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആയുസ് ദീർഘമാക്കി ഹോളിൽ നിന്നെ കൊണ്ടുവന്നത് നീ അവന്റെ കൽപ്പന അനുസരിപ്പാനാ. രക്ഷിക്കപ്പെട്ടിട്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾക്കൊരവസരം ഞാൻ തന്നില്ലെന്ന് വരരുത്. അതിനുവേണ്ടി ഒരു അവസരം തരുന്നു. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിന് ജലത്തിൽ സാക്ഷിക്കും. എനിക്ക് യേശുവിന്റെ കൽപ്പന അനുസരിപ്പാൻ ആഗ്രഹമുണ്ട്. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ കണ്ണുമടഞ്ഞിരിക്കട്ടെ. ആ കരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ആ കുഞ്ഞുങ്ങളെ, ആ പ്രിയപ്പെട്ടവരെ കർത്താവൻ നന്നായി കരമുയർത്തു. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്തവർ, സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കാം. സ്വർഗം ഇന്ന് രാത്രി സന്തോഷിക്കുകയാണ്. അനേക കരം ഇന്ന് രാത്രി ഉയരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, നമ്മുടെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാതിരുന്ന മക്കൾക്കോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങേ ജലത്തിൽ സാക്ഷിച്ച് വേർപാടിന്റെ വിശുദ്ധിയിൽ അങ്ങ് ആരാധിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തിയാട്ടി കർത്താവിനെ മഹത്വപ്പെടുക. ഞാൻ രോഗികൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നതാണ്. അതിനുമുമ്പ് ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഞാൻ എഴുതിയ ഈ അടുത്ത കാലത്ത് എഴുതിയ 1-2 പുസ്തകം പരിചയപ്പെടുന്നു. അനേക പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ചില നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് അനോഖയുടെ കാലം, ദൈവനായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, ബൈബിൾ പ്രഭാഷണങ്ങൾ, തിരുവന സന്ദേശങ്ങൾ, മഹാനിയോഗം, സമയമെടുത്തു തുടങ്ങിയ അനേകവധി പുസ്തകങ്ങൾ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ എഴുതിയ വളരെ പ്രധാനപ്പെട്ട ചില പുസ്തകം, യഹോവാഭക്തന്റെ കുടുംബം സംഭവിക്കേണ്ടതും സംഭവിക്കാൻ പാടില്ലാത്തതും. ദൈവഭക്തന്മാരുടെ ഭവനത്തിൽ പോലും ഡൈവോഴ്സുകൾ, വിവാഹമോചനം വർദ്ധിക്കുന്നു. ചെറുപ്പക്കാരുടെ സ്വവർഗ വിവാഹങ്ങൾ വർദ്ധിക്കുന്നു. കുടുംബ തകർച്ചകൾ വർദ്ധിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് ഒരു ഭക്തന്റെ വീട്ടിൽ എന്ത് സംഭവിക്കണം? വിവാഹിതരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ വായിക്കേണ്ട പുസ്തകം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കേണ്ട ഒരു പുസ്തകമാണിത്. ദൈവന്യായവിധി എന്ന മറ്റൊരു പുസ്തകത്തിന്റെ 6ാം പതിപ്പാണിത്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ ഇവിടെ ന്യായവിധി യാഥാർത്ഥ്യമാണോ? മണ്ണിന് കേൾക്കാൻ കഴിയുമോ? അന്തരീക്ഷം റെക്കോർഡ് ചെയ്യുവാൻ കഴിയുമോ? അതിനെക്കുറിച്ച് പുസ്തകമാണിത്. സമയമെടുത്തു എന്നൊരു പുസ്തകം ഇവിടെയുണ്ട്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ, നാം എന്ത് ചെയ്യണം, ചെയ്യാതിരിക്കണം. കൂടാതെ നാം ആരാധിക്കുന്ന ദൈവമാരെ, ആരെ ആരാധിക്കണം, ആരെ ആരാധിച്ചുകൂടാ, ഞാൻ വണങ്ങും ദൈവം എന്ന മറ്റൊരു പുസ്തകം. 4 പുസ്തകം ഇപ്പോൾ ഇവിടെ കിട്ടും. 680 രൂപ വിലയുള്ള ഈ ബുക്കുകൾ 400 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പുറയിൽ കിട്ടുന്നതാണ്. നമുക്കെല്ലാവർക്കും ദൈവസ്ഥ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. ദയവായി എഴുന്നേറ്റ് നിൽക്കൂ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ രോഗസൗഖ്യം വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു വാക്കിൽ